അപ്പാ ഞാൻ പോയി കുളിച്ചേച്ചും വരാം. വരുന്ന വഴിക്ക് പാടത്തും പോയിട്ട് വരാം. അപ്പാപ്പാ, ഇത് കാപ്പി. ഈശോയെ, സമയം എന്തായി? 6:30 കഴിഞ്ഞു. താഴേക്ക് വെള്ളം കൊടുത്തോ? ഇല്ല, പുല്ല് തിന്നുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ നോക്ക്. ചവിട്ടിക്കാൻ ആളിങ്ങെത്തും. ശരി. ആ, വർക്ക് എന്തിയെ? അപ്പം കുളിക്കാൻ പോയിരിക്കാം. എന്താടി എണീറ്റില്ലേ? അതിന് ഉച്ചയിൽ സൂര്യൻ ഉദിക്കണ്ടേ? ആ, എണീറ്റ് അവളോട് പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. പെൺകുട്ടികൾക്ക് ഉറങ്ങുന്നതിനും ഇല്ലേ ഒരു കണക്ക്? ആ, ഇതെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ. ഈ ചെള്ളിന്റെ ഒരു കടിയേ. മതിയോ? ചൊറിയടി. ചൊറിയാൻ പറഞ്ഞ മാന്തല. ഈ അമ്മച്ചിക്ക് എപ്പോഴും ചൊറിച്ചില്ല. ഞാൻ പോണു. എന്താടി ഇതുവരെ തീർന്നില്ലേ? അതിന് മുറ്റം നിറയെ എന്തോരം ചവറ്. മുഴുവൻ അടിച്ചങ്ങോട്ട് തീരണ്ടേ? എന്താടാ നടയിലെന്നാണോ പല്ലിരിക്കുന്നത്? അങ്ങോട്ട് മാറിയിരുന്നൂടെ? മോളെ, ഇങ്ങനെ തുള്ളി ചാടിപ്പോയാ കടയിലെത്തുമ്പോ പാല് മുഴുവൻ തുളുപ്പിപ്പോവും. പതുക്കെ പോ. അത് പാത്രം നിറഞ്ഞിട്ടാ. പാത്രം നിറഞ്ഞ പതുക്കെ പോണം. ചോദ്യ പോകുമ്പം തുളുമ്പുന്നുണ്ടോ? എടി ബീഡി തീർന്നു. ഒരു കെട്ടി ബീഡിയും കൂടെ. ഇങ്ങോട്ട് തറ. മോളെ, ഇതിനെ എവിടെ കേട്ടണ്ടേ? തോമസുട്ടി, ദേ പശുവിനെ ചോട്ടിക്കാൻ ആൾ വന്നു. ആ, ഇങ്ങോട്ട് നടക്കട വേഗം. വാ, ഇങ്ങോട്ട് നടക്ക്. നിനക്കെന്താ മടി? നടക്കടാ. നിനക്കെന്താ ഇന്നൊരു ഉത്സാഹക്കുറവ്? വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞില്ലേ? വാ. നിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടേ എനിക്ക് ഒത്തിരി പണി വേറെയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. കേട്ട്. വനിതാ MLAക്ക് മന്ത്രിയുടെ ഹസ്തദാനം. MLAയുടെ ആരോപണത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ആര്? MLAയുടെ ഭർത്താവ്. ആ, പിടിവിടാൻ താമസിച്ചു കാണും. ഈ വീട്ടിൽ ഇരുത്തി പോറ്റിയാ പോരെ? അസംബ്ലിയെ കൊണ്ട് കെട്ടണോ? എന്ത് പുളിയാ പൂസാക്ക? കിട്ടണമെങ്കിൽ ഒരു അരക്കിലോ കഴിച്ച് നമുക്ക് മീൻകറിലിടാം. ഇത് വാളംപുളിയും കുടംപുളിയൊന്നും അല്ല. അസംബ്ലി. അസംബ്ലി നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വനിതാ മൂസാബായിക്ക് അറിഞ്ഞൂടെ? ഇളകി മേഞ്ഞ പശു കെട്ടിയിട്ടാ പുല്ല് തിന്നില്ല. വിശക്കുമ്പോ കൊടുത്താ തിന്നും. ഇക്കാലത്ത് കനകം മൂലം കാമിനി മൂലം കുടിക്കാൻ തോട്ടിന്ന് കോരി വെച്ച വെള്ളത്തിലാണ് പഴത്തുലി എറിഞ്ഞു കളിക്കുന്നത്. സോറി, ഞാൻ ദോശക്കല്ലിൽ എറിഞ്ഞതാ. എന്താ? കല്ല് വെറുതെ പഴുത്ത് കിടക്കല്ലേ? വരുന്നവനും പോകുന്നവനും എറിഞ്ഞു കളിക്കാനല്ലേ ഞാൻ ദോശക്കല്ലി ഉണ്ടാക്കി വെച്ചേക്കണത്. പോയത് പണ്ട് ലീലനെ കുത്തുവാളടിപ്പിച്ച ഒരു പെണ്ണ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പൊലിഞ്ഞത്. നീട്ടി വൈരി. ക്രയോ ക്രയോ പവിത്രേട്ടാ, ലൈറ്റ് ഒന്നിട്ടെ. ലൈറ്റ് ഇടാൻ മാത്രം പറയരുത്. എന്നാ ടോർച്ച് വിരൽ തുമ്പിലെ ചന്ദ്രൻ. കറണ്ട് കാശ് കൂടിയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ചായ വെച്ച പോലും കൊടുക്കാൻ പേടിയാ. കറണ്ട് കാശ് എപ്പോഴാ കൂടാന്ന് കറണ്ട് മന്ത്രിക്ക് പോലും അറിയില്ലെന്നേ. ആ, മൂസാക്ക ടോർച്ചിന്റെ ബാറ്ററി 12. കണ്ട്. ചേട്ടത്തിയുടെ മക്കളെല്ലാം ഒരുപോലെ പറഞ്ഞു ചെയ്യിച്ച പോലെ. ചേട്ടത്തിക്ക് അറിയാതിരിക്കോ ക്ലോണിങ്? കൊഴുപ്പീരായിട്ട് തീരെ കുറവാ. എത്രയും മോളെ? മൊത്തം 12 ലിറ്റർ. പറ്റുവല്ലതും ഉണ്ടോ? ആ, 36 രൂപ 50 പൈസ. 12, 36, 4, 40. ഇത് പുതിയതാണോ? കൊണ്ടുവന്നപ്പോ പുതിയതായിരുന്നു. പൈസ സൂക്ഷിച്ചുണ്ടോണേ.
അയ്യോ മോള് വെച്ചോ, മോള് വായിച്ചിട്ട് കൂടെ തന്നാ മതി. അപ്പാപ്പൻ ഒരു കെട്ട് ബീഡിയും തീപ്പെട്ടി. ഓ ഓ ഓ ഓ പത്തനശ്ശേരി പറഞ്ഞേ. ഒരു 50 കിലോ എങ്കിലും കാണും. എല്ലാരും ഒറ്റ ത്രാസിൽ കാണല്ലേ എന്റെ മൂസാക്ക? അയ്യോ, ഇനി അതിൽ കയറി പിടിക്കല്ലേ. ഞാൻ ആ നരിക്കൂട്ടിൽ ഏലിയമ്മയുടെ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ഇത്തിരി വെള്ളം എടുത്ത് കുടി, പുട്ടിറങ്ങട്ട്. അപ്പൊ മൂസാക്ക പശുർച്ചാണ് വെക്കണത്? അല്ലാതെ പുലിയിറച്ചി വിൽക്കാൻ പറ്റുമോ? താനാരിവേ. പഞ്ചായത്തിലെ ഗോസംവർദ്ധന ഉപകേന്ദ്രത്തിൽ കൊണ്ടുപോയി 3 സൂചി വെപ്പിച്ചവക്ക് ചെന പിടിച്ചില്ലല്ലേ? ഇല്ല. ഇപ്പോഴത്തെ സൂചി പശുക്കൊക്കെ പിടിക്കുന്നില്ലെന്നാ അത് തോന്നുന്നു. പിന്നെ തനിക്ക് പിടിക്കൂ? ഈ പഴയ രീതി എന്നാടോ നല്ലത്? ഇതെങ്കിലും പിടിക്കോ വർക്കിച്ച? ഇപ്പൊ കണ്ടില്ലായിരുന്നോ? അതായിരുന്നു പിടുത്തം. ഇനി പിടിച്ചില്ലെങ്കിൽ എവള് മച്ചിയാണെന്ന് തോന്നുന്നു. ഏയ് എവള് മച്ചൊന്നുമല്ല, അവിടെ നിപ്പ് കണ്ടില്ലേ? ഇത് പിടിച്ചില്ലേ താൻ എന്നെ ഇങ്ങനെ വിളിച്ചോ? പിന്നെ കറവ തുടങ്ങുമ്പോ ആദ്യത്തെ 1 ഗ്ലാസ് പാല് താൻ പഞ്ചസാര ഇട്ട് എനിക്ക് കൊണ്ട് തരണം. ഓ ഞാൻ ഏറ്റു. മറക്കരുത്. ഏറ്റു. കാശെടുക്കണോ? ദാ. എടാ തോമസ് കുട്ടി, വെള്ളം പൊങ്ങി വന്ന് നോക്ക. ഹായ് എടാ ബോംബെ, നമുക്ക് മീൻ പിടിച്ചാലോ? തോമസ് കുട്ടി വേണ്ട, സ്കൂളിൽ പോകുമ്പോഴാ അവന്റെ ഒരു മീൻ പിടുത്തം. വേണ്ടാത്തനൊന്നും പോണ്ട. അപ്പൻ എപ്പോഴാ ഏത് വഴിക്കാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. സ്കൂളില്ലാത്തപ്പോ മീൻ പിടിക്കാം. ഈസി. ഉഴപ്പി ഇപ്പൊ തന്നെ നേരം വൈകി. ചേച്ചി ഞങ്ങൾ നടക്കാം. എന്റെ കൊലതല്ലി അമ്മേ വീണുപോയി. എങ്ങനെ വീഴാതിരിക്കും? നോട്ടം പലയിടത്തും അല്ലേ? അത് ജന്മനാ ഉള്ള ഗുണമല്ലേ, പാരമ്പര്യം. ആള് തന്നെ വീഴുമ്പോ സ്വഭാവം മാറിക്കൊള്ളും. അതങ്ങോട്ട് മുറുക്കി പിടിച്ചാ പോരാ അന്നമ്മേടത്തി. മുറുക്കി പിടിച്ചാലും ഒതുങ്ങുന്നിടം പിടിക്കണം, അല്ലെങ്കിൽ വഴുതും. അതറിയാമോ? മഴക്കാലത്തും ചെത്തുള്ളതുകൊണ്ട് വഴുക്കലെ പിടിച്ചല്ല ശീലമുണ്ടേ. ഒരു ചുമടുണ്ടല്ലോ തലയില്. ഇതൊന്ന് പിടിച്ച അമ്മച്ചി. രക്ഷയില്ല, ഒന്നും കൂടെ കേറി ചെത്തിയാലോ. അല്ല കുട്ടപ്പ, ഓ എല്ലാരും 2 നേരം അല്ലെങ്കിൽ 3 നേരം ചെത്തും. താൻ ഇത് 4-5 തവണ ആയല്ലോ. അതെന്താണെന്ന് വെച്ചാ അന്നമ്മേട്ടത്തി ഇപ്പൊ കള്ളു കുറവാ. വെളുപ്പിനെ കയറി തല്ലിയാലേ അന്ത്യാകുമ്പോ എന്തെങ്കിലും ചൊരത്തു. അതാ ഞാനിങ്ങനെ 5-6 തവണ. എന്റെ ഒരു വിധി നോക്കണേ എന്റെ കള്ളുമുത്തപ്പ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അതങ്ങനെയായി. കുട്ടപ്പ നനഞ്ഞ തുണി നോക്കിക്കാതെ കാളെ കുളിപ്പിക്കണ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച കുട്ടപ്പൻ തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. കാണാം. കുട്ടപ്പനുള്ള ആമ്പയർ ഇല്ല, ഒന്നും തേഞ്ഞു പോകില്ല. കുട്ടപ്പ നീ തേക്ക്. കെട്ടിയവനിപ്പോഴും പേർഷ്യ തന്നെ ആണോ? അതെ. അവിടെ ഒട്ടകത്തിനെ തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിന് ഇപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട.
എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി, നിന്റെ തുണിയല്ലേ കഴിഞ്ഞോ? ഇനി വാ പോവാ. ഈ കാളത്തിന് അടുത്തോടുന്നു. എന്താ ചേച്ചി, ഞങ്ങൾ നിൽക്കുന്നോണ്ടാണ് കുളി നിർത്തി പോകുന്നത്. ഞങ്ങൾ കുളി നിർത്തി. ആ മതി കാളയ്ക്ക്. ഇനി നീ ഒന്ന് തേച്ച് കുളിക്ക് വിട്ടപ്പാ വെളുക്കട്ടെ. വർക്കിച്ചോ, അതിനുള്ള സോപ്പിനെ കണ്ടുപിടിക്കണം. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ രണ്ട് പാപ്പാമാര്? ഇതൊരു പ്രത്യേക ഇനമാ. ഒന്നാം പാപ്പ ഞാൻ, രണ്ടാം പാപ്പ അവൻ. എന്താ വർക്കിച്ച, മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വിരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതും ലാഭം. പല്ല് പുറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, 2 രൂപ ഇതാ. മാർക്കറ്റിന് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. വർക്കിച്ചിന് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നുമല്ലെന്നേ. ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100-ന്റെ പച്ചനോട്ട് മടക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. കാശ് നാളെ, ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതില് പാർത്ത പെണ്ണേ. വർക്കിച്ചിന് എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ലേശം തിരക്കിലായിരുന്നു. അപ്പോ കൈ കുറെ കാശ് കാണുമല്ലോ. അതിപ്പോ ചെലവാവുമല്ലോ. അതിന്റെ കെട്ടിയവനെന്തേ? വർക്കിച്ചോ, ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണി ഉണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നു. ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം. അന്തിക്കള്ള. വർക്കിച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ചെത്തിയാ. ആ, നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച അല്ല പൊരിച്ചു വെച്ചാ കരിമീൻ എടുത്തിട്ടോ. ചെല്ല് ചെല്ല്. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കൈ കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. ആ, എന്താ നീ ഓമന, നീ എവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീൻ എടുത്തേ. എന്നെ ഭയങ്കര പേടിയാ. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ? ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താകാൻ, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ തള്ളിയത് എന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. അവനെ ഞാനിവിടെ ഇത്തിരി. ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടാ. അങ്ങൊന്ന് വാങ്ങിക്കാം. മുള്ളു നോക്കണേ. നടക്കുമ്പം മുള്ളു നോക്കണം.
ഇതാര് വഴിയില് ശാക്ക നീയും കുടി എന്താ വർക്ക് ചെയ്ത് കുടിക്കണേ. ചോട്ടാൻ പോയിട്ടില്ല നല്ല വേഗമുണ്ട്. അവന്റെ കൊല ആ പറച്ചോനെ ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷേ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ 2 ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി, നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനിന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര എന്തേല് പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനിത് മണിക്കുട്ടൻ കൊടുത്തിട്ട് വരട്ടെ. മണിക്കുട്ടാ, മണിക്കുട്ടാ. ഇതെന്താ? ഇത് ബ്ലൗസ്. അപ്പൊ ഇതോ? ഇത് ബ്ര. ഇതെന്താ? പഴം. ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്ന ചോറ് വിളമ്പടേ. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന്? കണ്ടിട്ടും കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രായും ഒക്കെ എടുത്തോണ്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടോളമാരി പിടിച്ചു വാങ്ങിക്കല്ലേ? എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് പോകും, തിരിച്ചിവിടെ തന്നെ വരും. എവിടെ പോണ് കമലാക്ഷി? ഞാൻ മെടയാൻ പോണടി. ഐസില്ലാത്ത മീനെ, നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ. ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ മാനവബന്ദ്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടിവാ, ഓടിവാ. നാളെ തിന്നാം, മറ്റന്നാൾ തിന്നാം. ഓടിവാ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കാട്ട് വന്ന് വാങ്ങി ചേട്ടാ. ഓടിവാ. എന്നാ പിന്നെ മോനെ? പറ്റില്ലേ? ഓടിവാ, ഓടിവാ, ഓടിവാ. കിലോ 40 രൂപ, 40 രൂപ, കിലോ 40 രൂപ. ഓടിവാ, ഓടിവാ. ഓടിവാ ചേച്ചി. നോക്ക്, അത്തല് മീനാണ്. എന്താ അതിന് വില? നേരത്തെ പറഞ്ഞില്ലേ, വേഗം വാങ്ങ്. പൊടിയൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മച്ചി, പൊതിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുപോകണേ. എടുക്കട്ടെ, ഐശ്വര്യ ആവട്ടെ. 1 കിലോ ഉണ്ടോ? തൂക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മച്ചി. ഉമ്മാരെ കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീൻ കച്ചവടം തുടങ്ങിയത്. ഇവൻ MA, ഞാൻ BCom വിത്ത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റുന്ന തോന്നണം. വെള്ളം കുളിപ്പിക്കും ഞാൻ. ചുമ്മാ ഇരിക്കട്ടാ. ചേച്ചി. ചേച്ചി നാളെ ബന്ധാ മീനൊന്ന് വാങ്ങിച്ചോ. മീനാടോ? അസൽ മത്സ്യല്ലേ? എന്തിന്? കേരളം അല്ലേ ചേട്ടാ, വൈകുന്നേരം ആകുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ 1 കിലോ വാങ്ങിച്ചോ. പിടയ്ക്കണ മീനാണ് ചേച്ചി. പക്ഷെ ചീഞ്ഞാന്നേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാ അതാ ഫിഷാ? അല്ല, മത്സ്യം. നല്ല പിടയ്ക്കണ സൈസാ. ഒന്നും എടുക്കട്ടെ. വേണ്ട വേണ്ട. ശരി, വീണ്ടും കാണാം. കാണണം. കള്ള ഇതിനകത്ത് കള്ളാന്ന്. നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. കൈനീട്ടമായി, നമുക്കിനി പിരിയാം. മീനെ 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 മീനെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ. ശരി.
മീനെ 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 നല്ല അയല തരാം, മത്തി തരാം. മീനെ 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 പടയ്ക്കണ മീനെ. സോഫിയ, ഋഷി. അതെ, ഋഷി എന്താ ഇവിടെ? ഇതേണ്ടില്ലേ, ഇതാ ഇപ്പോഴത്തെ പണി. അല്ല, സോഫിയ എന്താ ഇവിടെ? ദേ, ഈ വഴിയുടെ തൊട്ടപ്പുറത്താ എന്റെ വീട്. ആഹാ. ആ, ഇതെന്താ? മീൻ. ഇക്കാലത്ത് ബികോമും കമ്പ്യൂട്ടർ കൊണ്ട് ഒരു കാര്യമില്ല. ഉം. അതുകൊണ്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ വെച്ചു. ദമ്പടി കിട്ടുവേ, ജീവിക്കണ്ടേ. എന്നാലും ഞാൻ വിചാരിച്ചു, എന്ത് വിചാരിച്ചു? ചിലപ്പോ ഏതെങ്കിലും കമ്പനിയിലെ അക്കൗണ്ടന്റോ ഏരിയ മാനേജറോ ഒക്കെ ആയി അടിച്ചു പൊളിക്കുന്നുണ്ടാവുമെന്ന്. ആഹാ, കേൾക്കാൻ സുഖമുള്ള എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അല്ല, സോഫി എങ്ങോട്ടാ? ആ, പഠിപ്പ് നിർത്തിയ പിന്നെ തയ്യലാ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ. എംബ്രോയിഡറി, ചുരിദാർ, ബ്ലൗസ്. ആ, പഴയ കമ്പനിക്കാരൊക്കെ. നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓർമ്മയില്ലേ? നമ്മുടെ മിമിക്രിക്കാരൻ, പഴയ ഗാനഗന്ധർവൻ. എന്നിട്ട് എവിടെ? ആ, അവൻ വേറൊരു വഴിക്ക് പോയി. ആ, 2 റൂട്ട് കവർ ചെയ്യാനുണ്ട്. ഉം. സോഫിയക്ക് മീൻ വേണോ? പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴോ? നാളെ ആവട്ടെ, വീട്ടിനടുത്ത് വന്നാ വാങ്ങാം. എന്നാ നാളെ വരാം. ആ, 2-3 പാർട്ടിയെ പിടിച്ചു തരണം. കമ്മീഷൻ ഉണ്ട്. എന്റെ ജീവിത പ്രശ്നമാണേ. ഓക്കെ, വരട്ടെ. ആ, ശരി. മീന് 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 മീനേ. ഓ, അന്നമ്മേ, നീ വന്നേ. ദാ വരുന്നു. ആ, എടി ഞാൻ പോന്നു. നീ വല്ലം നിറച്ച് വന്നാ മതി. ശരി. എന്താടി നീ ഇന്ന് നേരത്തെ? ഞാനിന്ന് നേരത്തെ പോന്നു. നീ എന്താ കിനാവ് കാണുകയാണോ? ഞാൻ ഋഷിയെ കണ്ടു. ഋഷിയോ? ഏത് ഋഷി? നിന്റെ കൂടെ കോളേജിൽ പഠിച്ച ഋഷിയോ? അതെ. അതാണ് ഇത്ര സന്തോഷം. നീ ഇതൊന്ന് പിടിച്ചേ. മാഷ് ഉദ്ദേശിക്കുന്ന പോലെ അല്ല ചേലക്കരക്കാര്. അടുക്കും തോറും അകലാൻ ശ്രമിക്കും, അകലുമ്പോഴോ അടുക്കാനും. അത് ശരിയാ. ഞാൻ വന്നിട്ട് അധികമായില്ലല്ലോ. ആ, തോമസ് കുട്ടി എങ്ങോട്ടാ? ബാർബർ ഷോപ്പിലേക്കാ. അതിന് നിന്റെ മുഖത്ത് താടിമീശയൊന്നും ഇല്ലല്ലോ. അപ്പാപ്പന്റെ മുടി വെട്ടാൻ ബാർബറെ വിളിക്കാനാ. ആ, കളിച്ച് നടക്കാണ്ട് വല്ലതും പഠിക്കണം കേട്ടോ. നാളെ ഞാൻ 10 ചൊല്ലിക്കും. അവൻ മിടുക്കനാ മാഷേ. ഇപ്പൊ കേക്കാം അപ്പാപ്പന്റെ നല്ല വഴക്ക്. നോക്കിയിരിപ്പുണ്ട്, കുശാലായി. ആളേതാ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ, ആളയച്ചാലേ വരാൻ പറ്റൂ. താടി വളർന്നത് കണ്ടില്ലേ? ശരിയാ, കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. തുടങ്ങിക്കോ. താമസൂട്ടി ദാ വരുന്നു. ഞാൻ പോട്ടെ അപ്പാപ്പ. അന്നമേടത്തെ ഇത്തിരി വെള്ളം. എടാ, ഇങ്ങനെ തിരിച്ചു മറിച്ച് 50 നോട്ട് 500 ആവോ? അവനെന്ന് ആഗ്രഹിച്ചു പോവാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായി അറിയാലോ. ഇതും പറഞ്ഞ് കൂടുതൽ സെന്റിമെന്റ്സ് ആവണ്ട. ഞാൻ ഇതിൽ നിന്നൊരു പങ്കെടുത്ത് രാജസ്ഥാൻ മരുഭൂമിക്ക് മഞ്ഞപ്പിത്തുണ്ടോ നോക്കണ എന്റെ സാവിത്രി കുട്ടിക്ക് അയക്കാൻ പോവാ. ഈ 5 രൂപയോ? ഒരു കത്ത് അയക്കാൻ വേണ്ടടാ, മിനിമം 5 രൂപ. അതിനേക്കാൾ ഭേദം ഒന്ന് ഫോൺ ചെയ്യുന്നതല്ലേ, ഇപ്പൊ അതാ ലാഭം. ആ, അത് ശരിയാ, ആലോചിച്ച് ചെയ്യാം. എന്താ വിളിച്ചിട്ട് വരാത്തെ? ആർക്കും ചോറൊന്നും വേണ്ടേ?
ഓഹോ മോളെ സോഫിയ, നീ സ്വപ്നലോകത്ത് പോയവരാ ഒരു കൂടി നൂല് തീർത്തല്ലോ. ഇതേ കാശ് കൊടുത്ത് മേടിക്കുന്നതാ, ആരും ചുമ്മാ തരുന്നതല്ല. ലിസി, നീ എന്താ പഠിക്കുന്നേ? ടെക്സ്റ്റ് ബുക്കാ. കാണട്ടെ. ഇതാ നിന്റെ ടെക്സ്റ്റ് ബുക്ക്. വെറുതെ ഇല്ല നീ ഒരേ ക്ലാസ്സിൽ 2-3 വർഷം ഇരിക്കുന്നത്. നീ എന്താ ചെയ്യുന്നേ? കണക്കോടിക്കാ. എവിടെ നോക്കട്ടെ. ഈ വീട്ടിൽ ഒരെണ്ണത്തിനും പഠിക്കണമെന്നുള്ള ചിന്തയില്ല. വാ തുറന്നാ നുണയെ പറയത്തുള്ളൂ. വെറുതെ നോട്ട്ബുക്ക് വേസ്റ്റ് ചെയ്യണ്ട. വല്ലതും വന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇനി കൊച്ചമ്മമാരോട് പ്രത്യേകം പറയണമായിരിക്കും. മൂസാക്ക, ഇതെന്താ സർക്കസാ? അങ്ങോട്ടൊന്ന് പോണായിരുന്നു. വേണ്ട വേണ്ട, അത് താങ്ങൂല. ഓ, ഞാനതങ്ങ് മറന്നു. അല്ലേലും ആനക്കറിയില്ലല്ലോ ആനയുടെ വലിപ്പം. നീ ഒരു പാപ്പാനായതുകൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ല, ഇത് പഴയ തടിയാ, വെള്ളത്തിൽ പോവും. പിന്നെ എന്തൊക്കെയുണ്ട് ഓ, വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ ജീവിച്ചു പോണം. ആന്ത്രപ്പൊട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ 500 കിലോ ആന്ത്രാക്സ് കിട്ടി. വെച്ചാരാ പുട്ടു പുഴുങ്ങാം. പുഴുങ്ങാം. പിന്നെ 2 കാട്ടുപോത്തിനെ കിട്ടി. നമുക്ക് അറക്കാം. അറക്കാം. ഇതും അവിടുന്ന് കിട്ടിയതായിരിക്കും. ഇതാണ് മോനെ ആന്ത്രവായു. ഇനി എങ്ങോട്ടാ? ഞാൻ നമ്മുടെ വർക്കിച്ചന്റെ വീട് വരെ. ആ കാളെ ഒന്ന് നോക്കണം. അതിന് വർക്കിച്ചുണ്ടല്ലോ. ഇങ്ങനെ നോക്കാനല്ല, കാളെ ഒന്ന് നോക്കണം. ഓ, അത് ശരി. ഇറച്ചിക്ക് ചോദിക്കാൻ. എന്തിനാ മൂസാക്ക കിട്ടാത്ത മുന്തിരിക്ക് കിടന്ന് അലയുന്നത്? അത് മുന്തിരി, ഇത് കാള. ഇതൊക്കെ ഒരു സുഖമല്ലേ കുട്ടപ്പ? ഇതൊക്കെ ഒരു അസുഖാന്നേ. അതല്ല കുട്ടപ്പ, പണ്ട് മുതലേ എന്നെ എന്തിനെ നിന്റെ കണ്ണിൽ അങ്ങോട്ട് തടയാത്തു? ഇവിടെ അങ്ങേര് കാളെ വളർത്തുന്നു, ഞാൻ അറുക്കുന്നു. അയാൾക്ക് ഒരു കാളേ ഉള്ളൂ. എന്റെ ഈ കയ്യിലൂടെ 500 കാളകൾ കേറി ഇറങ്ങി പോയിട്ടുള്ളതാ. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലേ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ മൂസാക്ക പറയുന്നത്? ഒന്നും അറിയാത്ത പണ്ടം ഞാൻ വെട്ടി. കുട്ടപ്പാ, നീ ഒന്നും ചെയ്യുന്നില്ല, അതാ എന്റെ പരാതി. മനസ്സിലായില്ല? എടാ, വർക്കിച്ചന് കൊടുക്കുന്ന പോലെ എനിക്കും കൂടെ തരാൻ ഒന്ന് ഓമനയോട് പറയണേ. അത് ഞാൻ തന്നാ പോരെ? അന്തിയുടെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റ്. ഞാനങ്ങ് പേടിച്ചു പോയി. ഏറ്റാ മതി. അന്തിക്കള്ളും അന്തിമയക്കും അന്നു ഞാനും സ്വന്തമാക്കും. അന്ന് നിന്റെ അന്ത്യമാകും. വിട്ടോ വിട്ടോ, നേരെ പോ. ഇതാണ് നിന്റെ കുഴപ്പം. പോയി ഉടഞ്ഞു പോയി. കയ്യിലെല്ലു കൊള്ളുന്നു. എടോ, വന്ന വാളെ തൊഴുത്തി കയറി താൻ എന്നാ എടുക്കുക? അതവിടെ നിന്നോട്ടെ, താൻ ഇങ്ങോട്ട് വന്നേ. ഇതാകെ പോയി. കാളെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇതിന് തീറ്റ ഒന്നും കൊടുക്കാറില്ലേ? അതിന് തിന്നാൻ കൊടുക്കാതെ ഞങ്ങളൊന്നും തിന്നാറില്ല, അല്ലേടാ മോനെ? അതല്ലേലും അത് തിന്നുന്നത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുകയില്ല. ഇതിങ്ങനാ ഇപ്പോഴത്തെ മാറുകൾക്കൊക്കെ രോഗമാന്നേ. കുഴമ്പ് രോഗമാ. ഇവിടെ നിൽക്കാണോ? അങ്ങോട്ടിരിക്കാം മൂസാക്ക. എന്നാൽ അകത്തോട്ടിരിക്കാം. അത് വേണ്ട. വേണ്ട, പുറത്തോട്ടിരിക്കാം. അതാ നല്ലത്. കാറ്റും അകത്താവുമ്പോഴേ ചൂടാ. രൂപ 10,000 വെച്ച് കൊടുത്തിട്ടാ 2 മുറ്റേനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. എന്നാലും ഇതിന്റെ ഇളപ്പം കാണുമ്പോ കൊതിയാവുക. ഞങ്ങളുടെ കാളെ നോക്കി മൂസാക്ക വെള്ളം ഇറക്കണ്ട. അയ്യോ, ഞാനൊരു ആശ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി. കൊള്ളാം. അപ്പഴേ അതൊക്കെ ശരി തന്നെ. ആ ആശ മനസ്സിൽ വെച്ചാതി മൂസാക്ക. ആ പരിപ്പ് വേണമെങ്കിലേ അതിന് വെള്ളം വേറെ വേണം. ഇതെന്താ പുല്ല് ചെത്തൽ യജ്ഞമോ? അമ്മയും മക്കളൊക്കെ ഒരേ ചെത്താണല്ലോ. അന്നമ്മ ചേട്ടത്തി ആലീസോടെ പോയി. അമ്മയും ചേച്ചിയും കൂടി പള്ളിയിൽ പോയിരിക്കാം. നിനക്ക് ഈ പള്ളിയിൽ പോക്കും കുമ്പസാരമൊന്നും നീ പോയി കുടിക്കാൻ. ഞാൻ കളിക്കാൻ പോവാം. ഇതിങ്ങനെ താങ്ങി നിന്നാൽ എങ്ങനെ? ഞാൻ പിടിക്കാം. അങ്ങോട്ട് ഇറക്കണ്ടേ? ഞാൻ പിന്നാലെ ഉണ്ട്, ഞാൻ പിടിക്കും. പിടിച്ചു ഇറക്കി ഇട്ടല്ലോ. ഞാനെല്ലാം കണ്ടു. എന്ത് കണ്ടു? ഞാൻ കണ്ടു. മറ്റത് സൈക്കിള് മീൻകാരനുമായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ കണ്ടു. ഞാൻ ആരോടും പറയത്തില്ല. നമ്മളെ കൂടെ
നീ വല്ലതും പഠിക്കണുണ്ടോടാ? അതോ അപ്പനെ പോലെ കാളെ കൊണ്ട് നടക്കാനാണോ പാവം? അപ്പാപ്പൻ കാണുന്നില്ലേ ഞാൻ എന്ന് വരുന്നു പഠിക്കുന്നത്? ആ എങ്കിൽ കൊള്ളാം. ശോഭേ, കുറച്ച് വെള്ളം ചൂടാക്ക്. നല്ല ശരീരവേദന. ആ, നീ ഇതെല്ലാവർക്കും കൊടുക്ക. എന്താ അപ്പാപ്പനും കൊച്ചുമക്കളും കൂടി ഒരു വർത്തമാനം? എടാ, പള്ളി കമ്മിറ്റിക്കാരിന്നും പിരിവിന് വന്നിരുന്നു. കൂടെ വികാരി അച്ഛനും ഉണ്ടായിരുന്നു. നിന്നെ അവര് പ്രത്യേകം തിരക്കി. ഈ അച്ഛന് വേറെ ഒരു പണിയില്ലേ, എപ്പോഴും പിരിവ് തന്നെ പിരിവ്. മനുഷ്യനാണെ കാശില്ലാതെ നെട്ടോട്ട് ഓടുക. ഇടി നിന്റെ അമ്മച്ചും ചേച്ചി എന്ത് ചെയ്യേ? അമ്മയും ചേച്ചിയും കിടന്ന് ഉറങ്ങാ അപ്പച്ച. ഇതെന്താ ഈ നേരത്തൊരു ഉറക്കം? ആ മണി കണ്ട PSC നിയമനം ഉടനെ അങ്ങനെ നടന്നാൽ DPPക്ക് നമുക്കൊരു മാഷ കൂടെ കിട്ടും. യൂണിയൻ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒക്കെ സ്വാർത്ഥം. മാഷന്മാരുടെ നേതാക്കൾക്ക് സ്വന്തം പുസ്തകം സിലബസിൽ ഉൾപ്പെടുത്താൻ താല്പര്യം. അല്ലെങ്കിൽ സർക്കാർ മൂലാച്ചി. ആലിസ് ഒന്ന് സഹായിക്കണ്ട മാഷെ. മാഷ് വേഗം വരില്ലേ? PT മീറ്റിംഗിന്റെ കാർഡിൽ കുറച്ച് അഡ്രസ് എഴുതാനുണ്ട്, മറക്കണ്ട. ഞാൻ പോട്ടെ ആലിസ്. പുല്ലരിഞ്ഞരിഞ്ഞ് കാളക്കാരിയാവും ഒടുവില്, അല്ലേ? അല്ലാതെ എന്തോ ചെയ്യാനാ? ഓരോ ജന്മത്തില് ഓരോ വിധിയാണല്ലോ. PSCയിൽ 50% നിയമനം ഉടനെ നടക്കുമത്രേ. കയറിപ്പറ്റാൻ പറ്റുമോ വല്ല പഞ്ചായത്ത് ഓഫീസിലെങ്കിലും? അറിയില്ല. 3 ടെസ്റ്റ് എഴുതിയത്. റാങ്ക് പ്രകാരം കിട്ടേണ്ടതാ. അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. ഭാഗ്യം അതുണ്ടാവും. ദൈവത്തോട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. കണ്ണു തുറക്കുന്നില്ലാന്നേ ദൈവങ്ങള്. ആ മാഷ് എങ്ങോട്ട് പോയതാ? ചായക്കട വരെ. ഒരു പ്രാതൽ. ഉച്ചയ്ക്കും രാത്രിയിലുള്ളൂ പാചകം. ഒരു കുടിസ് മുറിയാണേ. ഞാനും സതീഷും പിന്നെ 2 കൂട്ടുകാരും. എന്താ ഞാൻ വന്ന് വെച്ച് വിളമ്പി തരണോ? അയ്യോ, കാളവർക്കി കാലിനാവും. സമയമാവട്ടെ, അപ്പൊ വെച്ചുണ്ടാക്കാം. ആ മാഷ് എന്നാ നാട്ടിൽ പോന്നേ? പെങ്ങൾക്കൊരാലോചനയുണ്ട്. അതൊത്താ ഒന്ന് പോയി വരണം. പിന്നെ ബാധ്യതയില്ലല്ലോ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഗോപിക സുമംഗലിയാവാൻ. നസ്രാണി പെണ്ണ് പ്രാർത്ഥിച്ച ഹിന്ദുക്കളുടെ ദൈവം കേക്കോ? ജാതിയും മതവും ഇല്ലാത്തതായി ദൈവങ്ങളെ ഉള്ളൂ. മനുഷ്യരല്ലേ ദുഷ്ടന്മാര്. എല്ലാം ശരിയാവുന്നേ. വാ, താമസിച്ച അവർക്ക് പിണങ്ങാൻ ഇനി അത് മതി. പച്ചമീൻ ഉമ്മ കൊടുക്കണോടി. നീ എന്താ പൂച്ചയാ? നോക്കിയിരിക്ക മീൻ വെട്ടടി. എന്താ നിനക്കിവിടെ കാര്യം? അകത്ത് ഒരു പൊടി. മഴ കുറവായതുകൊണ്ട് കള്ളില്ല. വെറുതെ തല്ലിട്ട് എന്താ കാര്യം? കൊലേ ചാറില്ലാതെ കള്ള് കിട്ടുവോ? ഞാൻ പോയി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വന്നാലോ? അങ്ങൂന്ന് വാങ്ങിച്ചോണ്ടോ? അങ്ങൂന്ന് വാങ്ങിക്കാം. ഞാൻ വരാൻ കുറെ വൈകും. ഷാപ്പിന്ന് കാശ് വാങ്ങിക്കണം. വേണമെങ്കിൽ അകത്തിരിക്കുന്നിടത്ത് കൊടടി കള്ള്. ചിട്ടി 3 എണ്ണ മുടങ്ങിക്കിടക്കുന്നേ. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് 3-4 ദിവസമായല്ലോ, ഓർക്കാഞ്ഞിട്ടല്ല. നാളെയെങ്കിലും ആ തവണയൊക്കെ അടയ്ക്കണം. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. തവണയല്ലേ അടയ്ക്കേണ്ടു. എത്ര തവണ അടയ്ക്കണം? എത്ര തവണ അടച്ചത് വട്ടമറുതി എത്തും. പട്ടി
ദാ വരുന്നു. എന്താ അനവേട്ടത്തെ നീ വന്നേ. അതെ ഞാൻ താങ്ക് യു. ഞാനിത് ആരോടും പറയില്ല. എന്താ അമ്മേ? ഒരു പൂച്ചയാ. ഒന്ന് നിന്നേ. എന്താ? ചേലക്കര പുതിയതല്ലയോ? ആണെങ്കി അതെ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞോന്ന് കരുതിയ സമയം ഒത്തുവന്നില്ല. അധികം ചുറ്റിക്കളിയൊന്നും വേണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അത്രയ്ക്ക് വിലപ്രവാ? അതല്ല, ഇവിടുത്തെ ആൾക്കാര് വളച്ചേട്ടി ഒരേക്കറങ്ങി ഏറ്റെടുത്തൂലോ. എന്നിട്ട് കാര്യം പറഞ്ഞില്ലല്ലോ ചേട്ടാ. പറയാനിയാ. എന്നാ പറ ചേട്ടാ. അതെ, മീൻകാരന്റെ പ്രേമം നാട്ടിലറിഞ്ഞ് സംഭവം വർക്കിമാപ്പിളയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഭാഗ്യം. അപ്പൊ കാര്യൽപ്പായല്ലോ. ഇനി എന്ത് സംഭവിക്കും? സംഭവാമി യുഗേ യുഗേ. അല്ല ചേട്ടാ, അത് ചേട്ടന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അത് ഞാൻ ഇല്ല ഇല്ല, വേറെ പണിയില്ല. പക്ഷെ ഞങ്ങളുടെ മീനോടെ വെയിറ്റിംഗില്ല. ഓ, സമയത്തിന് ചെന്ന് അത് എടുത്തില്ലെങ്കിലേ ഞങ്ങളുടെ മീൻ നാറും. അപ്പൊ ചേട്ടാ ചെല്ല്. പറഞ്ഞ പോലെ മാറിക്കടാ. ഇല്ലെങ്കിൽ ഷേപ്പ് മാറും. ഇപ്പൊ മീൻ മാത്രമേ നാറൂ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാറും. ഇട്ടുപടാ. രണ്ടു ദിവസമല്ലേ കണ്ടിട്ട്. മാഡം ലീവിലായിരുന്നു. അപ്പോ എന്നെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഇത് മുഷിഞ്ഞ കച്ചവടമല്ലേ. ആരെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടും. അപ്പോ കച്ചവടത്തിന് ഒരു ഭാഗമാണ് ഈ കൂടിക്കാഴ്ച അല്ലേ? കച്ചവടം നന്നായാലല്ലേ പിന്നീടുള്ളത് നടക്കൂ. ആദ്യം സെറ്റപ്പ്, പിന്നെ തയ്യാറെടുപ്പ്, പിന്നെ പിന്നെ പറയൂ പറഞ്ഞേ. ഒന്നുമില്ല. അല്ലാതിരിക്കട്ടെ, ഞാൻ കൊടുത്തോട്ടെ മീൻ എങ്ങനെ? അടിപൊളി. ഋഷി കൊടുത്തേച്ചതായതുകൊണ്ട് ഞാനൊന്ന് മണത്ത് നോക്കി. സ്പ്രേ അടിച്ചിട്ടുണ്ടോന്ന് അറിയാനാ? എന്ന് വെച്ചോ. ആ, അപ്പൊ അമ്മച്ചി ചോദിക്കുക നീ എന്താടി പൂച്ചയാണോന്ന്. പൂച്ച ആരാണെന്നാ ഇപ്പൊ എന്റെ സംശയം. ദേ ഒന്ന് പിടിച്ചേ. പോവാ. അയ്യോ, അയ്യോ കുട്ടപ്പൻ ചേട്ടനല്ലേ? ഇതെന്തു പറ്റി? ഒന്നും പറ്റിയില്ല, കൺട്രോൾ പോയി. സൂക്ഷിക്കണേ, വയസ്സേറി വരികയല്ലേ. അയ്യോ അനിയാ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. മുടി പോയെന്നേ ഉള്ളൂ. അതെ, മുടി വളരണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. ആ, ഉവ്വ ഉവ്വ. അപ്പൊ ശരി, മീൻ ഇത്തിരി കൂടി ബാക്കിയുണ്ട്. സംസാരിച്ചെന്നാലേ അരി കരിയും. അതെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. വിവരത്തിന് മണിയോടെ അയക്കണേ. പോട്ടെ. അയക്കോ കൊണ്ടുതരും, എന്തെങ്കിലും ചെയ്യാം. അനിയൻ ചെല്ല്. അല്ലേലും നിന്റെ അരി കരിയും. ഓ എന്റെ നടുവേ. ഇന്നലെ മുഖത്ത്, ഇന്ന് നടുവിന്. ശനിദശ വന്ന ഫലം തടയുക.
എന്താണ് ഒരു ആലോചന? സമയത്രയെന്നറിയാമോ? മീറ്റിങ്ങിന് പോണ്ടേ? വന്നേ. കാലത്തെ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഒരു ചവിട്ടിക്കലുണ്ടായിരുന്നു. കാളെ കൊള്ളാലോ അല്ലേ? അത് പശുവിനോട് ചോദിക്കാം. രണ്ട് ചെറുപ്പക്കാര് നമ്മളെ നാട്ടിൽ മീമിക്കാൻ വന്ന കാര്യം വർക്കിച്ച് അറിഞ്ഞോ? പറയണ കേട്ടു. ഡിഗ്രിക്കാരാണത്രേ. ഡിഗ്രിക്കാരുടെ ഒരു ഗതികേട്. ഒരു ഗതികേടുമില്ല. അതിലൊരുത്തം പഠിച്ച കള്ളനാ. തീക്കൊള്ളി കൊണ്ടാ അതിലൊരുത്തം തലവറിയുന്നത്. മനസ്സിലായില്ല. നമ്മുടെ സോഫിയ കുട്ടി ഇല്ലയോ? മോള് അവനുമായിട്ടാ അവളിപ്പോ കറക്കം. താൻ ഓർന്ന് വെച്ചോണ്ടാക്കരുത് കേട്ടോ. വെച്ചുണ്ടാക്കിയിട്ട് എനിക്ക് എന്ത് കാര്യം? ഒരു സൂചന തന്നെന്ന് മാത്രം. വർക്കിച്ചന്റെ മോൾ എന്റെ മോളെ പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. താനിതെങ്ങനെ അറിഞ്ഞു? തെങ്ങിന്റെ മോളിൽ നിന്ന് ഈ കുട്ടപ്പൻ അറിയാത്ത കാര്യങ്ങളില്ല, കാഴ്ചകളില്ല. അതെ, ദേവലോകത്തിരുന്ന് ഞാൻ എല്ലാ കളികളും കാണുന്നുണ്ട്. കാലത്ത് തയ്ക്കാൻ പോകുമ്പോ അവരുടെ കൂടിക്കാഴ്ച പതിവാ. അതെ, ഞാൻ ഈ പറഞ്ഞ വർക്കിച്ച വീട്ടിൽ നിന്ന് പോലീസൊന്നും ആവണ്ട. സാവധാനം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്ക്. അതെ, ഇനി അവനിട്ട് രണ്ട് പെടപെടുത്താലും കുഴപ്പമൊന്നുമില്ല. നീ പുല്ലരിഞ്ഞ് വിട്ടിരുന്നോ? നിന്റെ 3 പെമ്പിള്ളേര് വല്ലവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴെങ്കിലും തീരുവായി പുല്ലരിച്ചില്. എവിടെ പോയാ തയ്യക്കാരി? അവളാ മീൻകാരനെ തയ്യലോടിപ്പിക്കാൻ പോയോ? നിങ്ങൾ എന്തോന്ന് വെച്ചായ വേണ്ടാതീനം പറയുന്നേ? എറണാകുളത്തല്ലേ? ആ മീൻകാരനോട്ട് എന്തോ നടി ബന്ധം? എന്ത് ബന്ധം? അവരൊന്നിച്ച് പഠിച്ചവരല്ലേ? പഠിപ്പൊക്കെ കോളേജിൽ തീർന്നില്ലേ? വയലിലും വഴിവെക്കലും അതിന്റെ ബാക്കി വേണ്ടാന്ന് അവളോട് പറഞ്ഞേക്ക്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. അവരുടെ പ്രേമം നാട്ടിപ്പാട്ടാ. കണ്ട തീയച്ചക്കനാട്ടി തെണ്ടി നടക്കുന്നത് വർക്കിയുടെ മോക്ക് പറ്റൂല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? കുട്ടപ്പൻ നിത്യവും കാണുന്നതാ. അവൻ എന്നോട് കള്ളം പറയില്ല. ഓ, കുട്ടപ്പൻ. കുട്ടപ്പൻ 2 തലയ്ക്കും പിടിച്ച് നടുക്ക് തീ വെക്കുന്നവനാ കുട്ടപ്പൻ. അതെങ്ങനെയാ? അയാളോട്ടല്ലേ അന്തിക്കൂട്ട്? നീ നിന്റെ മോക്ക് സൈഡിൽ നിൽക്കുക. നിന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വർക്കിയുടെ മോളെ സമ്മതിക്കില്ല. കൂടെ പഠിച്ച കുട്ടികളെ തമ്മി കാണുമ്പോ അവരെ വല്ലതും മിണ്ടിന്ന് പറഞ്ഞു നോക്കിയിരിക്കും. അത് വലിയ തെറ്റാ. നിങ്ങൾ ആദ്യം നേരെയാകും. തല്ലിക്കോ, തല്ലിക്കൊന്നു. പക്ഷെ ഒരു കാര്യം ഓർത്താ നന്ന്. വിത്തുകാലക്കാരുടെ മക്കൾക്ക് ആ സ്വഭാവം വന്നാ അതെന്ത് കുറ്റ? എന്നെ തല്ലിയ എന്റെ കൈ നാറും. ഇതിലും ഭേദം മീൻകാരന്റെ നാറ്റം. അരിഞ്ഞിട്ട് മാടി. എന്റെ സഹോദരരെ, മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞും മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളും ആവുകയല്ലേ ചെയ്യുന്നത്? ആമേൻ. ഒരുത്തി അവിടെ പുല്ലരിച്ചില്ല, ഒരുത്തി അവിടെ ബൈബിള് വായന. ഓ, നീ വേദപുസ്തകം അയച്ചിട്ടുണ്ട് സ്വർഗം ഭൂമിയിലേക്ക് വരെ. പോയി കാളയ്ക്ക് വക്കലെടുത്തിട്ടോടേ. ഇവന് ഉറക്കമില്ലേ? നിക്ക്. എവിടാ പോണത്? രാത്രിയില് വേറെ കച്ചവടമൊന്നും ഇല്ലല്ലോ? രാത്രിയിൽ കച്ചവടം എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? എവിടാ വീട്? ചന്ദനത്തോപ്പില. എന്താ മോന്റെ പേര്? ഋഷി. ലിഷിയോ അതോ കൃഷിയോ? നാവ് വഴങ്ങണ വാക്കിരിയുള്ള പേരൊന്നും കിട്ടിയില്ലേ മോന്റെ വീട്ടുകാർക്ക്? എന്ത് കൃഷിയായാലും എന്റെ കൃഷി ഇറച്ചി വെട്ട. പേര് മൂസ. നാട്ടുകാർ നമ്മളെ മൂസാക്കാന്ന് വിളിക്കും.
നമ്മളെ കൈ കൊണ്ടല്ലാതെ ഒരൊറ്റ കന്നുപോലും ഈ നാട്ടിൽ മയ്യത്തായിട്ടില്ല. മനസ്സിലായ? ഓ, മയ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ. അധികം ഞാനിവിടെ നിന്നാല് വഴിയിൽ വല്ല യക്ഷിയും പിടിക്കും. യക്ഷിയല്ല, നിന്നെ പിടിക്കാൻ പോണത് കാലനാണ്. കാലൻ വർക്കി. എടാ മോനെ, നിനക്ക് കാളവർക്കിയുടെ മോളെ പ്രേമിക്കണോ അല്ലേടാ? അയ്യോ, വർക്കി, വേണ്ട, വേണ്ട. എടാ പോടാ, ഇനി കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നാൽ ഞാൻ എടുക്കേണ്ടി വരും. ഓ, നീ ഇപ്പൊ പൊക്കോ. ഇനി എന്റെ മോടെ പുറകെ നടക്കുന്നു ഞാൻ അറിഞ്ഞ നിന്റെ ഇറച്ചി വെട്ടിയാൽ എമ്മനോ കൊടുക്കും. അയ്യേ, അത് വേണ്ട വർക്കിച്ച. പകയന്റെ ഒരു ആയുസേ പറഞ്ഞ് തീരുമുമ്പ് വന്ന് കയറി കാലം വർക്കി തന്നെ. ഓ, അധികം തല്ലി പതപ്പിക്കണ്ട രായപ്പൻ ചേട്ടാ, ചെത്തണ്ടതാ. നീയല്ലേ എന്നെ കൊല്ലപ്പണി പഠിപ്പിച്ചത്. പറഞ്ഞെന്നേ ഉള്ളു. ഡോ കത്തിയേ, ആണ്ടിലും സംക്രാന്തിക്കെങ്കിലും ഒല കാണാം. കുട്ടപ്പേട്ടന് അതിന് സമയം വേണ്ടേ? നല്ല സന്തോഷേ. നീ കോളേജിൽ പോക്കൊക്കെ മതിയാക്കി കുലത്തൊഴിൽ സ്വീകരിച്ചാ? ഓ, ഇപ്പൊ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കുട്ടപ്പേട്ട. ആ പറഞ്ഞ വാസ്തവം. എന്നാലും നിന്റെ കൊല കഴിക്കുന്നേക്കാൾ ഭേദമാ. ഓ, ദേ, അങ്ങോട്ട് നോക്ക്. രാജപ്പേട്ട അരിവാള് കാച്ചി. രാജുവാളെ, ഇപ്പൊ തരാം. എന്താ ഇത്ര അത്യാവശ്യം? നാളെ കൊയ്ത്തുള്ളതാ. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. സൂക്ഷിക്കണേ, മുറിയും. ആ രാജപ്പേട്ട കാശ് അപ്പം തരും. ആ, മോളോട് പറഞ്ഞോ? അതെ, എപ്പ തരും? അപ്പ തരും. ഓ, ആ, കോളേജിൽ പഠിച്ചാലേ ഇപ്പൊ മീൻചാറും കൂട്ടി ഉണ്ണാം. ഏ? ആ, മീൻകാരൻ ദിവസവും മീൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ടെന്ന്. ഓ, നമുക്കുണ്ട് ഇവിടെ ഒരു കോളേജ് കുമാരൻ. പക്ഷെ നമുക്കാരും ഒരു മീനും ഫ്രീ തരുന്നില്ല. അതിന് ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ കുട്ടപ്പൻ ചേട്ടാ. അതെ, കുടുംബത്തിൽ ഒരു പെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനമ്മമാര് രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ മൂന്നെണ്ണമുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. കാച്ചിയാ പിടി പിടി പിടി. ഇതൊരുമാതിരി ചേരപ്പുറത്ത് ബാണ്ടിലോറി കയറിയണ കായല്ല. പറ്റില്ല, എഴുതിക്കോ. കാര്യം അറിയടാ. അയ്യോ, ഇരിക്കുന്നോ? എടി എന്താ ഇന്ന് കണ്ടില്ലേ? ആരെ? ആ മീൻകാരനെ. ഇല്ല. ആ കണ്ടു. എടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. കോളേജ് മേറ്റാന്നും പറഞ്ഞ് നടന്ന പേരുദോഷം വന്നാ പിന്നെ ഇത് മായൂല. ചേച്ചി ഉദ്ദേശിക്കുമ്പോഴൊന്നും ഞാൻ ഋഷിയും തമ്മിലില്ല. ആളുകൾക്കത് അറിയണ്ടല്ലോ. കാളവർക്കിയുടെ മക്കൾ കയറു പിടിച്ച് നടക്കുന്നേ അവര് പറയും. ആളുകളുടെ വായ മൂടിക്കെട്ടി ജീവിക്കാൻ പറ്റൂ ചേച്ചി എന്നും പറഞ്ഞ് നടന്ന അപ്പൻ അങ്ങനെ മക്കൾ ഇങ്ങനെയെന്നാവും പറിച്ച്. ഗോപി മാഷോട് ചേച്ചിക്കുള്ളൊരു അടുപ്പമല്ലേ, അത്രേ ഉള്ളൂ എനിക്ക് ഋഷിയോടുള്ളതും. അത് ഞാൻ കാളവർക്കിയുടെ മക്കൾക്ക് പാരമ്പര്യമുള്ള തറവാട്ടിൽ നിന്ന് നസ്രാണി ചെക്കന്മാരെ കിട്ടൂല. പറഞ്ഞറിയിക്കാൻ തറവാടുത്തില്ല, എടുത്തു കൊടുക്കാൻ സ്ത്രീധനവും എന്ന് വെച്ച് ഇളകി അടക്ക എന്ന് ഞാൻ പറഞ്ഞില്ല. പഴയ കൂട്ടുകാരനോടുള്ള ഒരു ആത്മബന്ധം കണ്ടുമുട്ടിയപ്പോ പുതുക്കിപ്പോയി. അത് തെറ്റാണെങ്കിൽ ചേച്ചി അങ്ങ് ക്ഷമിച്ചേക്ക്. സോഫി എടി, ഋഷി അല്ലേ? അതെ. ഇക്കാര്യത്തിൽ ഋഷി ഞാൻ അഭിനന്ദിക്കുന്നു. ഏത് ജോലി ചെയ്തും ജീവിക്കാമെന്ന ഈ മനോഭാവത്തെ. പക്ഷേ ഈ സൈക്കിൾ ചുറ്റി പ്രേമം അത്ര നല്ലതല്ല. ഞങ്ങളുടേത് വെറൊരു വില്ലേജാ. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് കാളവർക്കിയുടെ മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്നേ? അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. വളരെ നേരത്തെയുള്ള അടുപ്പം വീണ്ടും കണ്ടുമുട്ടിയപ്പോ അത് പുതുക്കി ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ട്. അതിന് സമയമായോ? സമയമായാൽ ആലോചിക്കാം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ശ്രമിക്കാം. ഒരു ഒഴിഞ്ഞുമാറ്റം ആവശ്യമാണെങ്കിൽ അതും ആവാം. പ്രണയലേഖനം തെക്ക എങ്ങനെ എഴുതണം? ചെത്തുകാരിയല്ലോ ഞാനൊരു പുല്ല്, ചെത്തുകാരിയല്ലോ. മാഷേ, മറുപടി ആയിരിക്കും മാഷ് എഴുതുന്നത്. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് തന്നെ എഴുതണം. കാലുതാര് തല്ലിയൊടിച്ചു. ആരും ഓടിച്ചതല്ല, ചാണകം ചവിട്ടി. അതൊന്ന് കഴുകാൻ ഇറങ്ങിയതാ. കാലടിക്കാൻ വന്നേക്കും.
ഈ ലേഖനം എല്ലാം കൂടെ ഒരു 19 കിലോ തൂക്കം വരുമല്ലോ. സൂക്ഷിക്കണം, ഇത് ചേലക്കരയാ. തൂക്കം കൂടിയ താങ്ങുകയല്ല. വരട്ടല്ലേ മൂസ, എന്റെ പള്ളിപ്പുറം തൊട്ടപ്പുറത്താ. അതിനങ്ങ് ആന്ധ്ര വരെ ഒന്നും പോണ്ട. നല്ല കാളെ കിട്ടണമെങ്കിലേ ആന്ധ്രയെ തന്നെ പോണം. എന്റെ വീട്ടിലെ തൊഴുത്തിൽ 3-4 ഉണ്ട്. എന്താ നോക്കുന്നോ? ഉള്ളതാ? ആ, നല്ല തൂക്കമുള്ളതാ? നല്ല തൂക്കമുള്ളതാ. പക്ഷേ കുളമ്പു രോഗ. കുളമ്പ് രോഗം പിടിച്ചു പോലും. സാരമില്ല, കാളയായാലും പശുവായാലും ഇനി വിട്ടേര്. സകല അസുഖം മാറ്റി ഞാൻ വിട്ടുതരാം. അസുഖം പിടിച്ചു പോലും. മൂസ, കാലിലേ പുരണ്ടിട്ടുള്ളൂ, ദേഹത്ത് ചാണകം പുരളാതെ നോക്കണം. എടി സോഫി, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല. നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? അപ്പൻ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഋഷിയെ മറക്കണമെന്ന് മാത്രം അമ്മ പറയരുത്. ഞാൻ അയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്റെ കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. അപ്പൻ ഒരിടത്ത്, മക്കൾ മറ്റൊരിടത്ത്. അപ്പന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? വെട്ടൊന്ന്, മുറി 2. അപ്പൊ വെട്ടോ മുറിക്ക് എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് ഋഷിയെ മാത്രം മതി. എന്താടി അവിടെ? സോഫി, ദേ അപ്പൻ വന്നു, ഒന്നും മിണ്ടാതിരി. പിന്നെ എന്നടാ ആ സംഭവത്തിന് ശേഷം നീ ഇതുവരെ അവളെ കണ്ടില്ലേ? ഇല്ല. എന്നാലും അവരെ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ശരിയായില്ല. അവരെന്ത് വിചാരിച്ചു കാണും? വിഷ്ണു, ഞാനിപ്പോ കൂടുതലൊന്നും ചിന്തിച്ചില്ല. നമ്മൾ രണ്ടും ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാണ്. ഈ ഗ്രാമത്തിൽ സോഫിയെ കാണുമെന്നോ വീണ്ടും ഒരു പ്രണയവസന്തം പുഷ്പിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. ഇതാണ് വിധി. അവൾ നിഷ്കളങ്കയാടാ. ഞാൻ നിസ്സഹായനാണ്. ഏതവസ്ഥയിലും ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അഭയാണ്. അത് നീ കൊടുക്കണം. ശരിയാടാ വിഷ്ണു, അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ചേട്ടാ, 1 കിലോ മത്തി. എനിക്കും വേണം 1 കിലോ. നിനക്കും വേണം 1 കിലോ. ഇത്തിരി തിരക്കാടി, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, ഇവർക്കിതെന്തു പറ്റി? പറ്റ പറ്റെന്നാ തോന്നണേ. ഇനി എന്ത് ചെയ്യും? സോഫിയ വരുന്നുണ്ട്. അവൾ കാര്യത്തിലാണെങ്കിൽ നീയും കാര്യത്തിൽ സംസാരിക്കണം. ഞാൻ കവലെ കാണാം. ഋഷി, ഞാൻ പൊയ്ക്കോട്ടെ. ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? പേരുദോഷം വരാത്ത തയ്യൽശാലയിലേക്ക്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലല്ലേ? ആര് പറഞ്ഞു? സോഫിയക്ക് പേടിയുണ്ടോ പേരുദോഷം വന്ന ജീവിതം വഴിമുട്ടൂന്ന്? എന്നാലേ ഈ സൈക്കിളോട്ട് കയറ്. എങ്ങോട്ട്? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അയ്യോ ഋഷി, അത് ആദ്യം നാട്ടിൽ പാട്ടാകും, എന്നാലേ പ്രേമത്തിന് ചൂടുണ്ടാകും. ദേ കേറിക്കേ. കേറ്. ദേ ഇല്ലെങ്കിൽ ഞാൻ എടുത്തിരുത്തു. അയ്യോ വേണ്ട, ഞാൻ കേറിക്കോളാം. ചേട്ടാ, ഞങ്ങൾക്ക് 1 കിലോ മത്തിതാ. ഇപ്പൊ സമയമില്ല, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മച്ചി ചീത്ത പറയൂ എന്നെ. ഈയൊക്കെ വട്ടായെന്നാ തോന്നുന്നു. അതെ. ഓ, ചേച്ചി മാഷിനെ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ലേ? ഇല്ല, 2 ദിവസമായി. മാഷ് നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞ നാക്കെടുത്തില്ല. 100 വയസ്സാണല്ലോ. അതെ അതെ, ഞാൻ നാളെ നാട്ടിൽ പോവാ. പെങ്ങളുടെ കാര്യം ഉറച്ചു. കല്യാണം കഴിഞ്ഞ് മടങ്ങും. അവർക്ക് പെട്ടെന്ന് വേണോന്ന്. നന്നായി, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് നാട്ടിലെ ഫോൺ നമ്പരാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. എന്നാ മാഷിന്റെ കല്യാണം? തീരുമാനിച്ചിട്ടില്ല. പെണ്ണ് ഇവിടെ ഉള്ളതാണോ അതോ നാട്ടിലുള്ളതോ? അത് ഞാൻ മാത്രമല്ലോ തീരുമാനിക്കേണ്ടത്. പിന്നെ ആരാ? മാഷേ, എന്ന് പോട്ടെ. ഞാൻ പറയട്ടെ? എന്നാലേ മാഷേ, ഉറപ്പിച്ചോ, ഇത് നടക്കും. അതെ, ഒറ്റയ്ക്ക് അങ്ങനെ വായിച്ച് രസിക്കണ്ട. എവിടെ നോക്കട്ടെ, ഫോൺ നമ്പർ എവിടെ? എനിക്ക് ആലീസിനെ വളരെയധികം ഇഷ്ടമാണ്. താതി
ഇത് കണ്ടോ ഈ കണ്ണടച്ചു കാണിക്കല്ലേ താടി ഇങ്ങത്താക്കി കുടുംബത്തിലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുന്നു. അവളുടെ ഒരു പ്രേമം. വീട്ടിലോട്ട് വാടി. പവിത്ര അങ്ങോട്ട് നോക്കണോ? സൈക്കിളിന്റെ പുറകിലൊരു പെട്ടിയായിട്ട് വന്നവനാ, ഇപ്പൊ മുമ്പിലും ആയി. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയ മോളെ, നല്ല മാർക്ക് വാങ്ങിക്കണം. അമ്മേ അമ്മേ മോളെ മോളെ ആ നീ ഇതെവിടെയായിരുന്നു? നിന്നെ ഇത്ര നേരം കാണാത്തോണ്ട് ഞാനങ്ങ് കുളിച്ചു കയറി. എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാൻ വളരെ ആലോചിച്ചു നോക്കി, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. അല്ലെങ്കിൽ വേണ്ട ചേച്ചി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കൂ. നീ വേറെ ആരോടും പറയണ്ട. മോളൊരു കാര്യം ചെയ്, പവിത്രനോട് എന്നെ പറ. അച്ഛനെന്തേലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. മോനെ, ഒറ്റവെട്ടിന് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ മോളെ ഓർത്തപ്പോ എനിക്കത് കഴിയുന്നില്ലടാ. നിനക്കും ഇല്ലേ 2-3 എന്നോട് ഈ ചെയ്തതിന് ദൈവം നിന്നോട് ചോദിക്കൂടാ. കൂടുതൽ എന്നോട് നീ ചെയ്തിടാ പട്ടി. എന്നോട് ദൈവം ചോദിക്കൂടാ നായ. നിന്റെ മോക്കട പറക ഓരോരുത്തരും വരെ നടക്കില്ലേ, ഓരോരെ പഠിപ്പിക്കൂടാ. നീ എന്തിനാ മോളെ കരയുന്നേ? എന്തിനാ മോളെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? അപ്പന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ പഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നറിയാം. പക്ഷെ രണ്ടാളും അന്യജാതിക്കാരെ പ്രേമിക്കുന്നെന്നറിയുമ്പോ ഏതപ്പനും വിഷമം തോന്നില്ലേ? വിഷമം? മറ്റുള്ളവരുടെ വിഷമം ആർക്കും അറിയണ്ട. അപ്പന് മാത്രം സുഖിച്ച് ജീവിച്ചാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. നിന്റെ അപ്പനെ സഹിച്ച് ഈ അമ്മച്ചി ഇതുവരെ ജീവിച്ചില്ലേ? നേരാ, സഹിച്ച് മടുത്തു. എവിടെയെങ്കിലും പോയി ചത്തോളാം ഞാൻ. മോളെ ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ലെക്കില്ലേ? ലക്കില്ലാത്ത എനിക്കല്ല, അകത്തുള്ള പെമ്പിള്ളേർക്ക്. ഈ വർക്കി മാപ്പിള്ളയുടെ നസ്രാണി പെമ്പിള്ളേർക്ക് അന്യജാതിക്കാരെ തന്നെ വേണമെന്ന് സ്വന്തമായി മനസ്സമ്മതം നടത്തിയിരിക്കല്ലേ പശുക്കള്. കഴ കുടിച്ചു വൃത്തിയോട് പറയാ മനുഷ്യ. നിനക്കാ കിട്ടണ്ട, നിനക്ക്. നീ വെച്ചോടെ കുഴപ്പിച്ചത്. തല്ലിക്കൊന്നു. ഇതിന് പേരാതാ. കാളയ്ക്ക് ഇത് കൊടുത്തു വന്നിട്ട് ബാക്കി. നിന്നടാ നിനക്കും വേണോടാ കുശുമ്പ്?
നിനക്ക് കുശുമ്പ് വന്നോടാ, കുശുമ്പ് വന്നോ? നിനക്ക് വന്നോടാ. പോന്നോ? Andame, Alice. Andame. Ayya. Ayya. കള്ളെന്തായാലും സൊസൈറ്റി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കും. അതിനെ കുറിച്ച് നമുക്ക് കൂലങ്കഷമായിട്ട് ചിന്തിക്കണം. ഏ? ജോസ് എത്തി. ആ, നമസ്കാരം. നമസ്കാരം. വർക്കിച്ചന്റെ വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. ആ, അപ്പൊ എന്റെ ഊഹ ശരിയായി. കുറച്ച് നാളായി വർക്ക് മാപ്പിള കിടപ്പിലായ പിന്നെ ചവിട്ടിക്കലൊന്നും നടക്കുന്നില്ല. ജോസ് വരുമെന്ന് പറഞ്ഞിരുന്നു. ജോസോ? ഏത് ജോസ്? അപ്പൊ നിങ്ങൾ ജോസ് അല്ലേ? അല്ല, ഞാൻ വാസു. എനിക്കിതിനൊന്നും ചവിട്ടിക്കണമല്ലോ. ആര്? ഞാനാ? നിങ്ങളെ കൊണ്ടല്ല, വർക്കിയുടെ കാളയെ കൊണ്ട്. അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. സ്വന്തം കാളയടിച്ച് വർക്ക് മാപ്പിള കിടപ്പിലായിട്ട് ആഴ്ചകൾ കുറേ ആയി. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? താനൊരു കാര്യം ചെയ്. ഇതിനെ കൊണ്ട് കണ്ണും പൂട്ടി നേരെ നടന്നു. ഈ റോഡിന്റെ അങ്ങേയറ്റത്ത് സർക്കാർ വക ഒരു മൃഗാശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടു ചെന്ന സൗജന്യമായിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ 9 പശു പെറും മാസം. ഇനിയിപ്പോ അതായിരിക്കും നല്ലതല്ലേ? പൊക്കോ. ഇങ്ങനെ പയ്യത്തള്ളു നട്ടല്ലോടി. ഇതിനെ വല്ല ഇറച്ചി വിലക്കാൻ മൂസാക്കി കാണാൻ കൊടു. ഇതിനെ കുത്തിവെച്ചാലേ ചിലപ്പോ സിറും ചൊടിഞ്ഞു പോകും. കുട്ടപ്പേട്ടനോ? ആ, ഇപ്പൊ എങ്ങനുണ്ട്? ചരിഞ്ഞിറക്കാം. ഓ, പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. അതായി അസുഖത്തിന്റെ ഒരു കുഴപ്പം. താനെന്താ ഡോക്ടറാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആഹാ, കുട്ടപ്പ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മൂസയുടെ വീട്ടിൽ മിനിഞ്ഞാന്ന് ഞാൻ പോയിരുന്നു. ആളവിടെ ഇല്ല. ആന്ധ്രയിൽ തോല് കൊടുക്കാൻ പോയിരിക്കുക. പിന്നെ അനിയ കാസിമിനെ കണ്ടു. കാളെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു അത്തിക്കാരൻ ജോസ്. ഏത് സമയത്ത് ആളിങ്ങെത്തും. 2 ആഴ്ചയായി ചവിട്ടിക്കലില്ല. കാളെ നേരാൻ മണ്ണ നോക്കാൻ ആളുമില്ല. എനിക്ക് വയ്യാണ്ടായില്ലേ. ഇങ്ങനെ എത്രയാന്ന് വെച്ചാ കുട്ടപ്പേട്ട? പാലും തുന്നലും കൊണ്ട് മാത്രമേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. അപ്പനും അപ്പാപ്പനും മരുന്ന് മേടിക്കാൻ തന്നെ രൂപ എത്ര വേണമെന്ന്? അതിനല്ലേ ഞാൻ ജോസിനെ തിരക്കി പോയത്. 2 ദിവസത്തിനകം ജോസിങ് എത്തും. കർത്താവിന്റെ കൃപയാൽ പൊത്താ പിന്നെ ഒന്നും നോക്കണ്ട. അവൻ ഇണങ്ങാത്ത കാളകളില്ല. മോളെ, കുട്ടപ്പൻ എന്തെങ്കിലും കുടിക്കാൻ കൂടാ? വേണ്ട, ഞാൻ പൗത്തേട്ടൻ നടന്ന് ഇപ്പൊ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നാലും മോളൊരു ചായ എടുത്തോ. വർക്കിച്ചോ, വിഷമം മാറ്റാൻ ഒരു ഇത്തിരി. വേണ്ട കുട്ടപ്പ, തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നില്ല. കാലം പിഴച്ച എല്ലാവർക്കും വരും വിഷമം. ഒക്കെ ശരിയാവും. ആ ജോസിങ് വന്നോട്ടെ. എന്താ മീൻ പിടിക്കാ? വർക്ക് മാപ്പിളുടെ വീടേതാ? അവൻ അവിടത്തെയാ. മിനിക്കുട്ടി, ഇത് പിടിച്ചോ, ഞാൻ ഇപ്പം വരാം. ആരാ മോനെ ഇത്? അപ്പനെ കാണാൻ വന്നതാ. ആരെന്ന് മനസ്സിലായില്ല. മൂസക്ക പറഞ്ഞിട്ട് വന്നതാ. തേനീന്ന് അത്തിക്കാരൻ ജോസ്. വരൂ, അകത്തേക്ക് ഇരിക്കാം. എഴുന്നേക്കാൻ മേല. 3 മാസമായി കിടപ്പില. കാള ഒന്ന് പറ്റിച്ചതാ. അറിയാം, മൂസക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാളയെ ഞാൻ നന്നായി നോക്കിക്കോളാം. മൂസക്ക വാങ്ങാൻ എനിക്ക് വേദവാക്യ. ഇത് ആലീസ്, മൂത്ത മകളാ. പിന്നെ ഇവളുടെ ഇളയതുങ്ങളാ. അപ്പാ, എന്റെ കാര്യം? ഇവൻ എന്റെ ഒരേ ഒരു മോന, തോമസ് കുട്ടി, ഇളയവൻ. ഞങ്ങൾ പരിചയപ്പെട്ടു വഴി വെച്ച്. പാവ, എന്നെ പോലെ. ജോസേ, എന്തോ? കാളയുടെ കാര്യം മാത്രം പോരാ,
പറമ്പിലെ കാര്യങ്ങളും കൂടി നോക്കണം. വർക്കിച്ചൻ പറയുന്നത് ജോസ് ചെയ്യൂ. എന്റെ അപ്പം പുലിമടയിൽ തോമ എന്നെ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ, വിശ്വാസം. അത് പറ്റിയ വത്തിക്കാനിലെ പള്ളിയിൽ കത്തണ മെഴുകുതിരിയാണേലും ജോസ് ഊതിക്കെടുത്തും. മതി മതി മതി. എടി, കറി എന്തെങ്കിലും ഇറക്കി വെച്ചിട്ടേ ആ പിള്ളേരുടെ തുണിയെടുത്ത് നനയ്ക്കാൻ നോക്ക്. ജോസിന് എത്ര വയസ്സായി? 38. ആ, പിന്നെന്താ ഇതുവരെ കെട്ടാഞ്ഞേ? ഒന്നും ഒത്തു വന്നില്ല. നല്ല പ്രായത്തിൽ കെട്ടണം, അല്ലെങ്കിലേ മക്കള് വളരുമ്പോ അപ്പൻ വയസ്സാകും. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കെട്ടുന്നോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. നോക്കണം. എങ്കിൽ ഞാൻ കണ്ടുവെക്കാം. എന്താ കെട്ടുവോ? കാലത്ത് ദോശയ്ക്ക് ഉപ്പില്ല, കറിക്ക് എരിയില്ല, മടുത്തു ഇവിടുത്തെ പാചകം. അതിനിപ്പോ ഞാനെന്ത് വേണം? പച്ചയായിട്ട് പറഞ്ഞ മാഷിന് മനസ്സിലാവില്ലേ? ആ നസ്രാണി പെണ്ണ കിട്ടുന്ന കാര്യ മാഷ് പറഞ്ഞു വരുന്നത്. ഓഹോ, അതാണ് മനസ്സിലിരിപ്പ്. ഞാൻ പെണ്ണ് കെട്ടിട്ട് വേണം നിങ്ങൾക്കെല്ലാം ഇഷ്ടം ഉണ്ണാൻ. എന്നാ പിന്നെ മാഷിന് കെട്ടിക്കൂടെ? അതൊക്കെ വലിയ ചെലവല്ലേ മാഷെ? ഒറ്റത്തടിയായിട്ട് ഇവിടെ ജീവിക്കുന്നത് തന്നെ വലിയ പാടാ. മാഷെ, ആ ചായ ഒന്ന് ഇറക്കി വെക്കും മാഷെ. അയ്യോ, ഏത് ചായ? ചായക്കുള്ള പാൽ അടുപ്പത്ത് വെച്ചിട്ടാ ഞാനിവിടെ വന്നിരുന്നത്. കറിക്കുള്ള അരപ്പാണെന്ന് കരുതി ഞാനതിൽ മീൻ എടുത്തിട്ടല്ലോ. എന്തായാലും സുഖമായി. പാലിൽ പുഴുങ്ങിയ മീൻ. പാലും പോയി, മീനും പോയി. ഇപ്പൊ മനസ്സിലായല്ലോ എത്രയും വേഗം ഒരു പെണ്ണ് കിട്ടണമെന്ന്. ശരി, നാളെ തന്നെ വർക്കി മാപ്പിളയെ പോയി കണ്ട് പെണ്ണ് ചോദിക്കണം. എങ്കിലേ വാക്കി രുചിയുള്ള വല്ലതും തിന്നാൻ പറ്റൂ. ആ ജോസിന്റെ ഓരോ നോട്ടവും പറച്ചിലും എനിക്കത് തീരെ പിടിക്കണില്ല. ചേച്ചിക്ക് എല്ലാരും സംശയം ആ ജോസേട്ടൻ എന്ത് നല്ല ആളാ. എന്നാ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നി. നിനക്കങ്ങനെ തോന്നും. ആളിന്റെ മെയ്വഴക്കം കണ്ട് മയങ്ങിപ്പോരുത്. അയാൾ ഏതാ എന്താ വല്ലതും നിനക്കറിയാമോ? അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നേ? ഞാനെന്താ അയാളെ കെട്ടാൻ പോവാണോ? കെട്ടാൻ പോണോണ്ടല്ലടി, പുറത്തു നിന്ന് വന്ന ഒരുത്തന അയാള്. നോക്കിയും കണ്ടും പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി മെല്ലെ വാ, ഞാൻ പോവാ. ആ സാവിത്രി ടീച്ചർ പുതിയ സാരി വാങ്ങി അതിന്റെ മുന്താണി മുറിച്ച് തന്നിട്ടുണ്ട്. ചെന്നിട്ട് വേണം ഒരു ബ്ലൗസ് വെച്ചു കൊടുക്കാൻ. പോവാണേ. ഇപ്പൊ ഇത്തിരി സമ്പാദ്യമൊക്കെ ആയിട്ടുണ്ട്. അടുത്ത മാസത്തോടെ ബാങ്കിലെ ലോൺ തീരും. എന്നിട്ട് വേണം എന്നിട്ട് വേണം. ഇപ്പൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പേടിയാ. പേടി മാറാനല്ലേ താലി കെട്ടുന്നത്. പിന്നെ ഈ സൈക്കിളിന് മുമ്പിൽ ഇയാളെ എത്തിക്കൊണ്ട് പോകുമ്പോ ഈ ഭൂമി കുലുങ്ങൂലല്ലോ. താലി കെട്ടുമ്പോ കുലുങ്ങും. ആര്? മറ്റാരല്ല, ഈ ചേലക്കര ഗ്രാമം. കുലുങ്ങട്ട് മോളെ, എന്താ സോഫിയ? ഒന്നുമില്ല. കൊച്ചു വർത്തമാനമായിരിക്കും അല്ലേ? പറയാൻ ഞാൻ ആരുമില്ലെന്നറിയാം. എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്തുനിന്ന് പറയാ. മനസ്സിലുള്ള സ്നേഹം വഴി വെച്ച് വിളമ്പിയ നാട്ടുകാരറിയും. വീട്ടിലേക്ക് വരുന്നില്ലേ? സാവിത്രി ടീച്ചറുടെ ബ്ലൗസ്. എന്നാ ഞാൻ നടക്കാം. ഇല്ല, കൂട്ടിട്ടൊന്നുമില്ല. മൂന്ന് പാർട്ടി വന്നു. 450 രൂപയാണ്. വേണ്ട, ജോസ് വെച്ചോ. കാര്യങ്ങളൊക്കെ ഇനി ജോസല്ലേ നോക്കേണ്ടത്. അതൊക്കെ ശരി തന്നെ. ഇതിപ്പോ ചേർത്ത് വെച്ചോ. വേണ്ട, ജോസിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി തന്നാ മതി. എനിക്കിപ്പോ ആവശ്യമൊന്നുമില്ല, വേറെ ചോദിച്ചോളാം. എന്നാലും എന്തെങ്കിലുമൊക്കെ ചില്ലറ ചെലവുകൾ ഉണ്ടാവില്ലേ?
അത്യാവശ്യത്തിന് പണം എന്റെ ഉണ്ട്. ഇതാ. ജോസേ, ഇവിടുത്തെ എല്ലാം ജോസിന്റെ സ്വന്തം പോലെ കരുതിയാ മതി. ഓ, ഇനി മുതൽ എങ്ങനെ കരുതിക്കോളാം. എന്നാൽ അങ്ങനെ ആട്ടെ. ഇതിരിക്കട്ടെ. കുറച്ച് കാശാ. വർക്കിത്തിന്റെ കൊടുത്താ വാങ്ങത്തില്ല. അപ്പാപ്പന്റെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട, എന്തേലും ആവശ്യം വരും. ജോസിനെ കണ്ടില്ലേ? ജോസ് കാളെ കുളിപ്പിക്കാൻ പോയെന്ന് അന്നമ്മേടത്തി പറയണ കേട്ടു. ഞാൻ അവിടെ പോയി കണ്ടിട്ടേ പോവൂ. അന്നമ്മേടത്തിയെ, ഞാൻ ഇറങ്ങിയ. അലക്ക് കഴിഞ്ഞ് വണ്ണാത്തിക്ക് പെണ്ണ് കെട്ടാൻ നേരലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ ജോസേ, വന്നപാടെ കെട്ടും പൂട്ടും ഒക്കെ ആയോ? ചേലക്കര വന്നിട്ട് നിനക്ക് കോളയല്ല. ഒരു 50-55 കിലോ വരും. എന്താ? പശുവിനെ രോഗം, കുളമ്പ് രോഗം. ഇനി ഉള്ള തൂക്കം കുറയാണ്ട് നോക്കിയാ കൊള്ളാം. വിക്കൂല എന്ന് പറഞ്ഞ പശുവാ. തൂക്കം കുറഞ്ഞപ്പോ കുറഞ്ഞ വിലക്ക് വിറ്റു. എല്ലാ പശുവിന്റെയും ഗതി ഇങ്ങനെ. കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യും, കൊടുക്ക നമ്മൾ അറിയാണ്ട് കൊടുക്കുകയും ചെയ്യും. ഹലോ, ബെല്ലടിയായിട്ട് ഒന്ന് നിന്നൂടെ? ഇതെന്താ എത്ര ഡിമാൻഡ്? അയ്യോ, ഞാൻ വിചാരിച്ചു സോഫ ആയിരിക്കും. അതിനെന്താ, എനിക്കിഷ്ടായി. എന്ത് ഈ വിളിയേ? അതല്ല, ഞാൻ ലിസിനെ തെറ്റിദ്ധരിക്കരുത്. ബഷീറിന് എന്തിനാ എത്ര പേടി? ഞാനാരോടും പറയാനൊന്നും പോകുന്നില്ല. മനസ്സിൽ വെച്ചാ പോരെ. എന്ത്? എന്തും. ആകെ കുഴപ്പമായല്ലോ. അവൾ എന്ത് വിചാരിക്കുവോ? അയ്യോ, ബഷീറിന് വെള്ളം. തപ്പി നിൽക്കാതെ വേഗം കുടിച്ചു തീർക്കടാ. എനിക്ക് വേറെ പണിയുണ്ട്. മൂസൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് എളുപ്പമുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ ഇവന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും എനിക്കിഷ്ടായി. ഒന്ന് നിന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? വീണടം വിഷ്ണു ലോകം, അതായി വിത്ത് കളക്കാരന്റെ സ്വഭാവം. എന്താ എന്നോട് കൂടുന്നോ? കാളവർക്കി കാളക്കാരനും കൊള്ളരുതാത്തവനും ഒക്കെ ആയിരുന്നു ഒരിക്കൽ. പക്ഷെ ഞങ്ങളുടെ അപ്പം മരിച്ചിട്ടില്ല. അപ്പം മരിക്കുമ്പോ ഞങ്ങൾ ആലോചിച്ചോളാം ആരുടെ കൂടെ കൂടണമെന്ന്. എന്താ എന്ത് കടിച്ചു. നോക്കട്ടെ. ഇരിക്കോട്ട്. എന്റെ നീർക്കോലി മറ്റുമായിരിക്കും. സാരമില്ല.
ആ തോമസ് കുട്ടിയ വാ വാ. എന്റെ മോൻ നന്നായി പഠിച്ച് വലുതായി ഈ വീട് പുലർത്തണം. പുഴയിൽ പോയി മീൻ പിടിച്ച് സമയം കളയരുത്. അപ്പൻ എന്താ നേരത്തെ എന്നോട് ഇങ്ങനെയൊന്നും പറയാതിരുന്നത്? അപ്പന് മോനോട് ഇതൊക്കെ നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പനെ കുറിച്ച് അമ്മയും മക്കളും അങ്ങനല്ലോ കരുതിയിരിക്കുന്നത്. ഞാനൊരു മുരടനല്ലേ, മുരടൻ. മോനെ നീ കടയിൽ പോകുന്നില്ലേ? ദാ അമ്മ വിളിക്കുന്നു, മോൻ പോ. ഇങ്ങോട്ട് വന്നു. ഹലോ, എങ്ങനുണ്ട് ജോസ നമ്മുടെ ചേലക്കരയിലെ താമസമൊക്കെ? തരക്കേടില്ല. കൊച്ചി അടുത്തായതുകൊണ്ട് കൊതുക് ഇത്തിരി കൂടുതലാ. തനിച്ച് കിടന്നാ ഉറക്കം വരത്തില്ലല്ലയോ? അങ്ങനെയൊന്നുമില്ല. കള്ള് ഷാപ്പിലേക്കാണോ? ഓ ഇത്തിരി, ബാക്കി വീട്ടിൽ വെക്കും. പതിവുകാർക്ക് ഓരോ ഗ്ലാസ് കൊടുക്കണ്ടേ? എന്താ സേവയുണ്ടോ? വല്ലപ്പോഴും. അപ്പൊ ഉണ്ട് കള്ളൻ. ആ തോട്ടിനക്കര എന്റെ വീട്. സന്ധ്യയാകുമ്പോ അങ്ങോട്ട് പോര്, ആരും അറിയത്തില്ല. വരണേ. നല്ല ഒന്നാന്തര അന്തിയ. ഇപ്പൊ വന്ന നന്നായി. എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നതല്ല. പിടിച്ചാട്ടെ. കേട്ടോ അമ്മനെ, നല്ല ഒന്നാന്തരം കാളക്കാരനാ. ഒരർത്ഥത്തിൽ വർക്കിച്ചേട്ടൊന്ന് പിന്നെ നിക്കണം അല്ലേ? നീ കണ്ടിട്ടില്ലല്ലോ? ഇപ്പം കണ്ടു. ആ കണ്ടോ? എങ്ങനുണ്ട്? കൊള്ളാം. കള്ളത്ര ശീലല്ലല്ലയോ? കള്ളായോണ്ടാ? എനിക്ക് അപ്പോഴേ തോന്നി. ഞാനൊരു മിലിറ്ററി കരുതിയിട്ടുണ്ട്. നല്ല സ്വയംഭ സാധനമാ. നീ അതിങ്ങ് എടുത്തേടി. ത്രിഗുണനാ ജോസേ, ത്രിഗുണൻ. അതാ ഇഷ്ടം. കല്യാണം കഴിച്ചിട്ടില്ല, ആള് ഫ്രഷാ. വലിച്ചാട്ടെ. എങ്ങനുണ്ട്? ശരിക്കറിയണമെങ്കിൽ സോഡ വേണം. ഓ സോഡ, ഞാനത് ഓർത്തില്ല. പെട്ടിക്കട പോയ എപ്പോഴും കിട്ടും. 2 സിഗരറ്റ് വാങ്ങിക്കണം. ഞാൻ എപ്പോ വേണ്ട. താനിവിടെ താൻ പുറത്തുനിന്നുള്ള ആളല്ലല്ലോ. ഇന്നിങ്ങനെ പോട്ടെ. ഇവിടെ ആരും വരത്തില്ല. നീ വാതിൽ ശരിക്കൊന്ന് അടച്ചേരെ. എന്താ ഒരു മൗനം? കുട്ടപ്പനെ പോരുമോ? ഇത്തിരി വൈകും. ഞാനൊന്ന് തൊട്ടോട്ടെ. ഋഷിയേട്ടാ ഒന്ന് നിന്നേ. എത്ര നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കാം. ഞാൻ പോട്ടെ, മീനെടുക്കാൻ നേരമായി. നാളെ കാണാം. എടാ വീര, മൂത്തത് പോരാഞ്ഞിപ്പോ അനിയത്തിയാ. ഇക്കണക്കിന് ചേച്ചിയും കാണൂല പറ്റുബുക്കില്. ഒരു താലിക്ക് 3 കഴുത്താ. ഓരത്തന്മാരുടെ വരെ യോഗേ.
ജീവിക്കാൻ വേണ്ടി മീമിക്കുന്നത് കൊള്ളാം, പക്ഷേ വർക്കിയുടെ മക്കളെ പ്രേമിക്കുന്നത് അത്ര നല്ലതല്ല. നിനക്ക് പ്രേമിക്കാൻ ഒരാളെ പോരാ, രണ്ടുപേരെ വേണം അല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം പറയിക്കാതിരുന്നാ മതി. കാളവർക്ക് കിടപ്പിലായെങ്കിലും ചോദിക്കാനും പറയാനും ആളുണ്ട്. പെൺകുട്ടികളുടെ സ്വന്തം ചേട്ടനൊന്നല്ലല്ലോ. പിന്നെ തന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചേലക്കരയിലെ തന്നേക്കാ മുമ്പ് വന്നാ ഞങ്ങള്. ആ സീനിയോറിറ്റിയെങ്കിലും മാനിക്കട്ടെ ചേട്ടാ. നീ എന്നെ കളിയാക്കുകയാണോ? നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ എന്റെ തനിനിറം കാണും. തേനുപോലെ പാലക്കാട് വരെ കളിച്ചും കളി പഠിപ്പിച്ചും വന്നവനായി ജോസ്. നീ ഓർത്തോ? വരട്ടെ. വന്നപ്പോ ഇത്തിരി വൈകി, അതായി ഇന്നലെ കാണാൻ കഴിയാഞ്ഞ്. എന്തായാലും എല്ലാം ഭംഗിയായി. ഇനി എപ്പോഴാ നമ്മുടെ പള്ളിയിൽ പോയപ്പോ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ നാളെ തന്നെ വിളിച്ചോണ്ട് വന്നോളാൻ അമ്മ പറയുന്നേ. ഞാൻ റെഡി. എന്താ മാഷേ ഇങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുന്നേ? വക്കി കിടപ്പിലായെങ്കിലും എമ്മക്കടകാലം നോക്കാൻ ഞാൻ ഒരുത്തം മതി. ജോസേട്ടൻ ഇതിൽ ഇടപെടണ്ട. അപ്പം കാണാൻ മാത്രമല്ല നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ ജോസ് ആളിത്തിരി പെശക. നാട്ടുകാരുടെ മുമ്പിൽ മാഷം നാറും. വൃത്തികെട്ടവൻ, ദുഷ്ടൻ. സാരമില്ല. മാഷിന് വിഷമായില്ലേ? ഹേയ്, ആലീസ് വിഷമിക്കായിരുന്നാ മതി. ഞാൻ എല്ലാം അപ്പനോട് തുറന്നു പറയാൻ പോവാ. അപ്പൻ തീർച്ചയായും സമ്മതിക്കും. കിടപ്പിലായ പിന്നെ അപ്പന് ഞങ്ങളോട് വലിയ ഇഷ്ടാ. ഈ ദുഷ്ടനെ ഞാൻ തുരത്തിക്കും, ഈ നാട്ടിൽ നിന്ന് തന്നെ. വഴക്കിനും വക്കാണത്തിനും ഒന്നും പോണ്ട. സമയമായ ഞാൻ തന്നെ വേണ്ടത് ചെയ്യാം. ഞാനിന്ന് കണ്ടിരുന്നു ഋഷിയെ. നല്ല ആളല്ലേ? നല്ല ആളെങ്കിൽ നിനക്കെന്താ? എന്നെ വലിയ ഇഷ്ടാ. എന്നാര് പറഞ്ഞു? എല്ലാം പറഞ്ഞിട്ട് അറിയാം. കണ്ടാ മനസ്സിലാവൂലേ? ഇഷ്ടം വെച്ചാ എങ്ങനെയാ? ഇഷ്ടം വെച്ചാ ഇഷ്ടം തന്നെ. ചേച്ചിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് എന്നെയാ ചോദിച്ചത്. ഋഷിക്ക് അന്ന് ആള് തെറ്റിപ്പോയതാ. എന്നുവെച്ചാ അന്ന് എന്റെ ഡ്രസ് ഇട്ടോണ്ടല്ലേ നീ പോയത്? ഞാനാന്ന് കരുതി ഋഷി നിന്നോട് ആള് മാറി സംസാരിച്ചതാ. അപ്പോ ഋഷിക്ക് എന്നോട് എന്റെ അനിയത്തിയോടുള്ള സ്നേഹം കാണും. അപ്പോ ഋഷി ചേച്ചിയാണ് സ്നേഹിക്കുന്നത്? അതെ. അത് അനുവദിച്ചു തരാൻ പറ്റില്ല. എന്താടി, ഋഷി എന്താ പേരയ്ക്കാ മുറിച്ച് വീതം വെക്കാൻ? വീതം വെക്കാൻ അനുവദിക്കില്ല. ഞാനും ഋഷിയെ സ്നേഹിച്ചു പോയി. പറയുന്നോടി. എന്താടി, ബൈക്കോടെടുക്കാൻ പറഞ്ഞോട്ട് രണ്ടാളും കൂടി അടിയും വഴക്ക? ഈ ഇടയായിട്ട് കുറച്ച് കൂടുന്നുണ്ട് രണ്ടാക്കും. അത് തെറിപ്പൊടി. എടി പോവാൻ. നല്ല വാട്ടച്ചോ. ഇന്നെങ്കിലും സ്വന്തമായിട്ടൊരു ചായ അടിച്ചു കുടിക്കാന്ന് വിചാരിച്ചു. താനിങ്ങനെ ചായ സ്വന്തമായിട്ട് അടിച്ചും കുടിച്ചും ഇരുന്നോ? ആ ജോസിന്റെ കാര്യം നോക്കിയേ. അവനിപ്പൊ കുട്ടപ്പന്റെ വീട്ടിലാ സേവ. അവനും പറ്റുപടിക്കാരനായോ? എവിടെ ചെന്നാലും ഓണത്താഴ ചോറ് കിട്ടും. ചോറല്ല, സദ്യയല്ലേ സദ്യ. കണ്ടിടം കയറി നിരങ്ങുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്കൊക്കെ. നേതാവേ, ഞങ്ങൾ കാലിക്കത്തോളത്തിനാ പോണത്, അല്ലാതെ വൗച്ചുറപ്പിട്ട് പറ്റുമുക്കിൽ വരവ് വയ്ക്കാനല്ല. കിട്ടാത്ത മുന്തിരി പൊളിക്കും. ജോസ് പുതിയാപ്പളയെന്ന് സഹിക്കുന്നില്ലല്ലേ? പവിത്ര, അയൽപക്കത്തെ ഒരു പിടി ചോറ് അതെപ്പോഴും അവിടെ കാണും. അത് ആ കുട്ടപ്പന്റെ സൽക്കാരം നമ്മൾ നീട്ടിക്കൊണ്ടു പോണത്. പവിത്ര, ഒരു സ്ട്രോങ് ചായ. വെള്ളം ചൂടായിട്ട് വേണം. ഒന്ന് കൊടുക്കടാ, ദാഹിച്ചിട്ടല്ലേ. അവൻ അതൊക്കെ പറയും. ഒരു ചായ അഡ്വാൻസ് ആയിട്ട് അടിച്ചു വെക്കണ മോനെ അവൻ. ഇപ്പൊ എവിടെ പോയിട്ട് വരിക? പശുവിനെ കൊണ്ട് വർക്കിച്ചന്റെ വീട് വരെ ഒന്ന് പോയി. ജോസിനിപ്പൊ നല്ല കോളാ. അങ്ങോട്ട് പിടി പിടി. ഇതാ പൈസ. മൃഗാശുപത്രി തുടങ്ങിയിട്ട് എന്താ കാര്യം? ആളുകൾക്ക് ഇപ്പോഴും പഴയ പതിവ് തന്നെയാ. മനുഷ്യനായാലും മൃഗമായാലും ഉണ്ടായ കാലം പോലുള്ളതാ ഈ ചവിട്ടിക്കല്. അതങ്ങനെ നിൽക്കാനൊന്നും പോണില്ല. പിന്നെ ചിലയിടത്തൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും. പിന്നെ അതില് മാത്രം മായം ചേർക്കാൻ പറ്റത്തില്ല. മൂസാക്ക, നിങ്ങൾ ആ ജോസിന്റെ വലിയ ചങ്ങാതിയല്ലേ? ആ ജോസിനൊന്ന് ഉപദേശിച്ച് ആ മാഷിനെയും മീൻകാരനൊന്ന് വിരട്ടിക്കൂടെ? അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. അന്ന് എന്താ ആണി വിഴിഞ്ഞാണെങ്കിരിക്കണ? ചായ എടുത്തു കൂടി.
ഇരുളുന്നു കൂടാരം ജീവന്റെ പൈങ്കിളി മുറിവേറ്റു വീണുപോയി നിന്റെ മോഹം കണ്ണീർ തുടയ്ക്കുവാൻ കയ്യാൽ തലോടുവാൻ കനിയുമോ കാണാത്ത സ്വർഗരാജ്യം ഇരുളുന്നു കൂടാരം ജീവന്റെ പൈങ്കിളി മുറിവേറ്റു വീണുപോയി നിന്റെ മോഹം കണ്ണീർ തുടയ്ക്കുവാൻ കയ്യാൽ തലോടുവാൻ കനിയുമോ കാണാത്ത സ്വർഗരാജ്യം കനിയുമോ കാണാത്ത സ്വർഗരാജ്യം എന്താ ഇത്? ജോസ് വിട്. ജോസേ അപ്പ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയാൾ എവിടുന്ന് പറഞ്ഞയക്കണം. മോളെ, ഇത് നിന്റെ അപ്പന് കർത്താവ് തന്ന ശിക്ഷ. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല ഒന്നും. വേളാങ്കണ്ണി മാതാവ് കാക്കും. നീ ധൈര്യമായിട്ടിരിക്കും. എന്റെ മോൾ ഒരിക്കലും അന്നമ്മയാവരുത്. ഗോപി മാഷ അങ്ങോട്ട് നിന്ന് കാണാൻ അപ്പന് പറ്റാത്തൊരവസ്ഥയാണല്ലോ. നീ ഇനി കാണുമ്പോ ഒന്നിത്രടം വരെ വരാൻ പറയണം. ഇനി എന്റെ മോള് വേണം വീട് നോക്കാൻ. അപ്പനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. മാഡത്തിന് എന്ത് പറ്റി? വലിയ ഗൗരവത്തിലാണല്ലോ. സീരിയസാ? എന്നോട് മിണ്ടണ്ട. ഇനി ലിസിയോട് മിണ്ടിയാ മതി. ഓ, അപ്പൊ അതാ കാര്യമല്ലേ. കാളവർക്കിടെ എല്ലാ പെൺമക്കളും മന്ദബുദ്ധികളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തമാശ കാര്യാവണുണ്ട്. തമാശയല്ല, കാര്യത്തിൽ തന്നെയാ. അന്ന് ഋഷി സംസാരിച്ചത് ലിസി കാര്യമായിട്ട് എടുത്തിരിക്കുക. ശരി, ഒരു കാര്യം ചെയ്യാം. 2 താലി വാങ്ങാം. എന്തിനാ ഇപ്പൊ കുറയ്ക്കുന്നേ? അങ്ങനെയൊക്കെ തോന്നും. ആണുങ്ങളുടെ മനസ്സ് ആർക്കറിയാം? എടി, നീ ഇത്ര പാവമായാലോ? ഒരാൾക്ക് ഒരാളെയല്ലേ സ്നേഹിക്കാൻ കഴിയൂ? പ്രേമം പ്രേമം എന്ന് പറഞ്ഞ നിസ്സാര സംഭവം. തടി കേളവിടെ പണിയാ. ഇപ്പൊ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നമ്മൾ തമ്മിലുള്ള പ്രേമം. ഒരു കാര്യം പറയാം, വെറുതെ ഇതിന്റെ ത്രില്ല് നീയായിട്ട് കളയരുത്. അല്ല ഋഷി, എന്റെ അനുജത്തിക്ക് ചെറുപ്പം മുതലേ കൊതിച്ചതൊന്നും കിട്ടിയിട്ടില്ല. എനിക്കിപ്പോ ഏറ്റവും പ്രതീക്ഷയുള്ളത് ഋഷിയിലാണ്. അതുകൊണ്ട് എന്റെ അനുജത്തിയെ ഞാൻ ഋഷിക്ക് തരുന്നു. ഋഷി സമ്മതിക്കണം, പ്ലീസ്.
ഋഷിയെ ഇഷ്ടാണല്ലേ? ഋഷി പേടിക്കണ്ട, എല്ലാം ജോസായിട്ട് ശരിയാക്കി തരാം. എടി ലിസി, സത്യം മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയെന്നല്ലേ ഉള്ളൂ. നീ വന്ന് വല്ലതും കഴിക്ക്. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ മാത്രം നീ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു ചെറിയ അബദ്ധം, അതാർക്കും പറ്റും. അതെ ചേച്ചി, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അയാളുടെ കെണി കുടുങ്ങി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ ദൈവം എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ വൃത്തികെട്ടവൻ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. എന്തു വഴിയാണാവോ എന്റെ അനിയത്തിമാർ കണ്ടെത്തിയിരിക്കുന്നത്? ചേച്ചിക്കും കൂടി ഒന്ന് പറഞ്ഞെന്നാ കൊള്ളായിരുന്നു. ചേച്ചി അടിച്ചത് മോക്ക് നൊന്തോടി? ഇല്ല ചേച്ചി, ഇല്ല. ഒരു ഈർക്കിലെങ്കിലും എടുത്ത് എന്നെങ്കിലും നിങ്ങളെ രണ്ടാളെ ഞാൻ അടിച്ചിട്ടുണ്ടോ? മൂത്തമ്മയുടെ മകളെന്ന നിലയിൽ ഈ ചേച്ചി എപ്പോഴെങ്കിലും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ? അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നെ അടിച്ചു പോയതാ. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇല്ല ചേച്ചി, ഇല്ല. ഇനി ഒരു വഴിയേ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളൂ, ഒരു കൂട്ട ആത്മഹത്യ. കാളവർക്കിയുടെ പെമ്മക്കൾക്ക് ചിലപ്പോ അതായിരിക്കും വിധി. എല്ലാം എന്റെ തെറ്റാണ് മക്കളെ, എന്റെ തെറ്റ്. ഞാനില്ലാതായാൽ ഒരു പരിഹാരം ഉണ്ടാകുമെങ്കിൽ അതിന് ഞാൻ ഒരുക്കുക. ഒരു നിമിഷത്തെ എന്റെ തെറ്റ്, അതാ എല്ലാത്തിനും കാരണം. ഋഷിയേട്ടാ, എന്താ ലിസി വല്ലാതെ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനൊരു തെറ്റിദ്ധാരണ മൂലമാണ് ഋഷിയേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്റെ ചേച്ചി ഒരു പാവമാണ്. ഹേയ്, ഞാൻ ലിസിയെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. കൊച്ചു മനസ്സാണ് ഇപ്പോഴും എന്റെ വിട്ടിത്തരെന്നല്ലാതെ എന്താ പറയാ. ഋഷിയേട്ടനെ ഇനി മുതൽ ഞാൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെ കാണും. സന്തോഷമായി. എന്റെ ചേച്ചിക്കായിരിക്കും ഒത്തിരി സന്തോഷം. മതി മാഷേ, മതി. എനിക്ക് തൃപ്തിയായി. എന്റെ പാപങ്ങൾ കർത്താവ് കഴുകിക്കളഞ്ഞെന്റെ തെളിവാണ് ഈ നിയോഗം. ഇനി മാഷായിരിക്കും ഇവിടുത്തെ രക്ഷകൻ. ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാ ഞാൻ ഇറങ്ങാം. മാഷേ, ഒന്ന് നിന്നേ. ഞാനെല്ലാം കേട്ടു. ഇനി മാഷ് വേണം എന്റെ മക്കൾക്ക് ഒരു തുണ. ആലീസ് എന്റെ മകളല്ലെങ്കിലും അവളെ കഴിഞ്ഞിട്ടേ എനിക്കെന്തുള്ളൂ. എവിടെ നിന്നോ വന്നെങ്കിലും ഇപ്പോ ഈ ചേലക്കര ഗ്രാമത്തിന്റെ ഒരു ഭാഗമാണ് ഞാനും, ഒപ്പം ഈ വീട്ടിലെയും. അത് ശരി. അപ്പൊ കുറിയടിച്ചു, മനസ്സമ്മതവും കഴിഞ്ഞു. ഇനി കെട്ട് മാത്രം നടത്തിയാ മതി. അതിനെ ഈ ജോസോടെ വിചാരിക്കണം. ഇന്നലെ താൻ ആലീസിന്റെ മുന്നിൽ വെച്ച് വരട്ടിയപ്പോ ഞാനൊന്നും പറയാതിരുന്നത് പേടിച്ചിട്ടല്ല, അവള് പേടിക്കണ്ടെന്ന് വെച്ചിട്ടാ. ജോസേ, കടിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ കുരയ്ക്കുന്നത്? ജോസേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും എന്റെ മക്കളെ ശല്യം ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അന്നമ്മ ചേർത്തി പറയുന്നേ? ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. ആലീസിന് എനിക്ക് കെട്ടിച്ചേരണമെന്ന്. അത് തൊള്ളി തെറ്റാ? അവൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അവക്കിഷ്ടമല്ലെങ്കിലും എനിക്കിഷ്ടമാണ്.
ഞാൻ ഒരുത്തോടെ ഉള്ളപ്പോ എന്തിനാ എടുത്ത് ഈ പെൺപിള്ളേർക്ക് വേറെ ചെറുക്കന്മാരെ അന്വേഷിക്കുന്നത്? ജോസേ, നീ ഇത്ര മോശക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദയവേത് ഇവിടെ നിന്ന് പോയി തരണം. ഒരു വിത്തുകാലക്കാരന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞല്ലേ ചേർത്തി. ഞാനും അത്രക്കാരനാന്ന് വിചാരിച്ചോ? കാളക്കറിയണോ പശുവിന്റെ രാപ്പനി? അനാവശ്യം നീ പറയരുത്. വിളിച്ചു വെറുതെ ആളെ കൊണ്ടാ വർക്കിച്ച് നടക്കാൻ നാണക്കേട് നിങ്ങൾക്കാ. പോയി കിടക്കാൻ നോക്ക്. ഇവിടെ എവിടെ വലത്തിരിഞ്ഞ് മേപ്പോട്ട് നോക്ക്. ഇവിടെ വാനര മുകളിലായിരുന്നാ? എവിടെ റോക്കറ്റ് വിട്ടല്ലോ പോകുന്നത്? ഒന്നും പറയണ്ട കുട്ടപ്പ, ഇന്ന് പാല് നേരത്തെ തീർന്നുപോയി. അത് തൂക്കി പിടിച്ചിട്ട് കണ്ടപ്പോഴേ തോന്നി നാട്ടുകാരെ കൂടി അറിയിക്കണോ? ആക്കല്ലേ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിശ്ചയക്കളത്തിന് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. പാല് നേരത്തെ തീർന്നുപോയി. അയ്യോ, ഞാൻ ആ ഹാജിയാരെ വീട്ടിൽ നിന്ന് പാല് മേടിച്ചിട്ട് വരുന്ന വഴിയാ. എന്താ ചായക്കടയും കള്ളുഷാപ്പും തമ്മിൽ രാവിലെ തന്നെ ഒരു പരദൂഷണം? ഞങ്ങള് ജോസിനെ കുറിച്ച് അവിടെ പറഞ്ഞ നാവ് എടുത്തേ ഉള്ളൂ. എന്നെ പറ്റി എന്ത് പറയാ? മൂസാക്ക പറഞ്ഞേ ജോസിനെ പറ്റി ഇപ്പൊ നാട്ടുകാർക്ക് നല്ല മതിപ്പാ. പക്ഷെ വർക്കിംഗ് മാപ്പിളയുടെ പെമ്മക്കൾക്ക് മാത്രം ഒരു മതിപ്പും ഇല്ല. അയ്യോ, അവര് തന്നോടല്ലോ പറഞ്ഞ പറയണോ? പ്രവൃത്തി കണ്ട അറിഞ്ഞൂടാ പൗത്രേട്ടാ. ആ പെങ്കൊച്ചങ്ങളുടെ കാര്യത്തിൽ ഒരു കണ്ണു വേണം. 3 പെമ്മക്കളാ. നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. പൗത്രേട്ടൻ വിട്ടോ, പാല് വരി. ഒരു മിനിറ്റ്, ഇനി ഒന്ന്. ഹലോ, ഒന്ന് നിന്നേ. എന്താടാ മര്യാദക്ക് പറഞ്ഞാൽ നീ കേക്കില്ലല്ലേ? ജോസ് ആരെയും ഒരിക്കലേ ഉപദേശിക്കൂ, പിന്നെ പ്രവർത്തിച്ച ശീലമുള്ളൂ. ഞാനതിനിപ്പോ വേണ്ട. മേലിൽ നീ അവളെ കണ്ടാ നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. വരട്ടാതെ ജോസേട്ടാ, ഈ വരട്ട് ഞങ്ങൾ കുറെ കണ്ടതാ. ആ വർക്കി മാപ്പിളയുടെ മോളെ ഞാൻ പ്രേമിച്ചതിന് തനിക്ക് എന്താ നഷ്ടം ജോസേ? തർക്കുത്തരം പറഞ്ഞു. ജോസഫിന് എന്താണ് നീ വിചാരിച്ചത്? നീ എന്താണോ വിചാരിച്ചത്? ഈ ചേലക്കായ നീ ജോസി ഏതായിട്ട് ആരെങ്കിലും കളിച്ചാ വെട്ടി നുറുക്കും ഞാൻ. അവൻ ഒരടി കൂടെ മുന്നോട്ട് വന്നിരുന്നാൽ കത്തി ഞാൻ അവന്റെ പള്ളക്ക് കയറ്റിയനെ. എന്റെ മുത്തപ്പ, ആ കത്തിയെങ്ങാണം പള്ളക്ക് കയറിയിരുന്നെങ്കിലേ ഞാൻ സാക്ഷി പറയേണ്ടി വന്നേനെ. അതെ, ഞാൻ പോയി സിഗരറ്റ് മേടിച്ചോണ്ട് വന്നാലോ? വല്ലാത്ത ക്ഷീണം. ഓ, ഇന്ന് വേണ്ട, നാളെ. ഓക്കെ. ഞാൻ ഇവിടുത്തെ കുടുംബക്കാരനായ നാട്ടുകാർ പറയുന്നത്. പറക്കിച്ചാന്റെ സന്തോഷത്തിന് ഇത് ഇരിക്കട്ടെ ഇവിടെ അല്ലേ? ജോസേ, ഈ കട്ടിലിനടി ഒരു സാധനം ഇരിപ്പുണ്ടായി, ഇങ്ങെടുത്ത് തന്നെ. ഈ സാധനമാണോ? ഇത് ഒറ്റ വെട്ടിന് നിന്നെ നീ കൊല്ല. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. വർക്കിയുടെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല. എന്റെ കൺമുമ്പിൽ ഇനി നിന്നെ കണ്ടുപോരുത്. എനിക്ക് ഈ ഗതി വരാൻ കാരണം എന്റെ കാളയാണ്. നീ സൂക്ഷിച്ചോ, നിന്നെക്കാൾ ബുദ്ധിയുണ്ടതിന്. എന്നോട് പൊറുക്കണം. ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണം. എന്നെ വെറുക്കരുത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കർത്താവ് തന്ന ശിക്ഷയാണിത്. അനുഭവിച്ചേ തീരൂ. എനിക്ക് ഈ ഗതി വരാൻ കാരണം എന്റെ കാളയാണ്. നീ സൂക്ഷിച്ചോ,
നിന്നെക്കാൾ ബുദ്ധിമുട്ടതിന്. ജോസേട്ടാ, മൂസാക്ക പറഞ്ഞ പൈസക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. ഇത് അഡ്വാൻസ്. ഓ, എല്ലാം ഉണ്ടല്ലോ. എന്നാ ഞാൻ പോട്ടെ. ചവിട്ടിക്കലിനിടയിൽ എന്താ ഒരു ഇറച്ചി കച്ചവടം? വർക്കി മാപ്പിളയുടെ കാളയ്ക്ക് ഞാൻ കച്ചവടം ഉറപ്പിച്ചു, അഡ്വാൻസും വാങ്ങി. ജോസേ, ആ ഒന്ന് നിൽക്കണേ. ഋഷി ഋഷിയാണെന്ന് കരുതി വിളിച്ചതാ. താനായാലും കുഴപ്പമില്ല. എന്താ കാര്യം? നമ്മുടെ വർക്കിയുടെ കാളെ ജോസ് വിൽക്കാൻ പോവാ. അറുപകാരം മൂസയുടെ അച്ചര വാങ്ങി ജോസ്. എന്താ പ്രശ്നം? ജോസ് അടഞ്ഞോ? ഇടഞ്ഞു കാണും. പാവം വർക്കി, ഒരു കുടുംബത്തിന്റെ ചോറല്ലേ ആ കാള. നീ ഇന്ന് തന്നെ ഋഷിയെ കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കുട്ടപ്പാളെ ആസാക്കാണോ അതോ കാര്യത്തിലാണോ? വിഷ്ണു, ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ആർക്കും പാരപണിയാറില്ല. പിന്നെ അല്പസ്വല്പ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതങ്ങനല്ല. ഋഷിയോട് ഞാൻ പറയാം. എന്തായാലും ജോസിന്റെ ചതി നടക്കരുത്. എവിടെ പോയി ഋഷി നിന്റെ MG കോളേജിലെ പഴയ സ്വരൂപം? കോളേജിൽ കുത്തു നടന്നപ്പോ പാർട്ടിക്കാരെയും ഗുണ്ടകളെയും വകവയ്ക്കാതെ കുത്തുവിനെ എടുത്തുകൊണ്ടുപോയനല്ലേ നീ? എന്നിട്ടാ ഇപ്പൊ വേറെ ഒരു കാളക്കാരന്റെ മുമ്പില്? ശരിയാടാ, പഴയ കഥകളൊന്നും മറന്നിട്ടില്ല. മനഃപൂർവ്വം ഓർക്കാതിരിക്കുന്നതാ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ. പക്ഷേ ഒന്ന് നീ ഓർത്തോ, ആ അത്തക്കാരൻ ജോസിന്റെ അവസാനം എന്റെ കൈകൊണ്ടാ. ക്ഷമിക്കണമെന്ന് പറയാൻ കൂടി എനിക്ക് വയ്യ. ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ വർക്കിച്ചിനെ ശപിച്ചു എന്നുള്ള സത്യ. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരവസ്ഥയിൽ ഞാൻ വർക്കിച്ചിനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. വിചാരിച്ചതൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചവനായി ഞാൻ. എല്ലാം വിധി. ശരിയാ, ഇനി ഓരോന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? വരുന്നതെല്ലാം നല്ലതിനല്ലേ പ്രമാണം. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല വർക്കിച്ച. ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നു. വർക്കി പഠിക്കാൻ ഇത്തിരി വൈകി. രോഗമില്ലാത്തവരെ അല്ല, രോഗികളാണ് എനിക്ക് ആവശ്യം. കർത്താവ് പറഞ്ഞ എത്ര സത്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാതെ വർക്കി ഒത്തിരി അഹങ്കരിച്ചു. മത്സര ഓട്ടത്തിൽ തളർന്ന് ഒടുവിലിതാ. വർക്കിച്ച, ഇതിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? വെച്ചോളൂ. പണത്തിന് ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. ഒരു ഉയർച്ചയ്ക്കൊരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ചയും. വർക്കിച്ചിന് ഇനിയും ഉയരും. ഈശോയെ, കാര്യം കുട്ടപ്പനാളൊരു പഞ്ചാരയാണെന്നും പാരയാണെന്നൊക്കെ നാട്ടുകാർ പറയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ ഇത്തിരി നന്മ ബാക്കിയുണ്ട്. കുട്ടപ്പൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എന്താ അന്നമ്മേടത്തി, ഒരാപത്ത് വരുമ്പോ കുട്ടപ്പൻ കളവ് പറയോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മൂസയുടെ ചങ്ങാതി റഹീമിന്റെ കയ്യിൽ നിന്ന് ജോസ് പണം എണ്ണി വാങ്ങുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? തോമസ് ഊട്ടി ലിസി സോഫിയതറിഞ്ഞ ദൈവമേ. ഞാൻ ഈ വിവരം ഋഷിയും ഗോപിമാഷിനെ അറിയിച്ചിട്ടുണ്ട്. അവരും വേണ്ട ചെയ്യാതിരിക്കില്ല. സമാധാനമായിട്ടിരിക്കും. വാടുന്ന മിഴികൾ തേടുന്നതാരയോ, വാടുന്ന മിഴികൾ തേടുന്നതാരയോ, വീണ്ടും ഈ കാളപ്പോ
കാത്ത് തീമണം എറിയാൻ തുടങ്ങിയോ ആരറിഞ്ഞു ഇരുളുന്നു കൂടാരം ജീവന്റെ പൈകിളി മുറിവേറ്റു വീണു പോയി നിന്റെ മോഹം കണ്ണീർ തുടയ്ക്കുവാൻ കയ്യാൽ തലോടുവാൻ കനിയുമോ കാണാത്ത സ്വർഗരാജ്യം കനിയുമോ കാണാത്ത സ്വർഗരാജ്യം. കയ്യും കെട്ടി നോക്കി നിന്ന കയ്യൊക്കെയുള്ളവർ കൊണ്ടുപോകും ആലീസിനെ, അല്ലേ മാഷേ? ജോസ് തേനിക്കാരനല്ലേ, ഞാൻ പള്ളിപ്പുറത്തുകാരനാ. ആരാ ആലീസിനെ കൊണ്ടുപോകാന്ന് മാഷ് നോക്കിക്കോ. ഗോപി മാഷേ, അല്പസ്വല്പമൊക്കെ രാഷ്ട്രീയം കൂട്ടിനുള്ളതുകൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. മാഷ് പോയി അവളെ വിളിച്ചിട്ട് വരണം. അത്രയ്ക്കൊന്ന് പോണോ മാഷേ? 4 ആളെ അറിയിച്ചിട്ട് നടത്തിയാ പോരെ? അതല്ല മാഷേ, ആർക്കെ പറഞ്ഞതിന് കാര്യമുണ്ട്. മാഷന്മാരെന്ന് പറഞ്ഞ് നമ്മൾ താണുകൊടുത്താ നമ്മുടെ തലയിക്കല്ലേ മറ്റുള്ളവര്. ഇനി മുണ്ടുമുറുക്കിയോട് തിറങ്ങിയാലേ ശരിയാവൂ. മാഷ് ഇത്രയും ധൈര്യം സംഭരിച്ചെങ്കിൽ ഇനി വൈകിക്കൂടാ. വൈകിക്കൂടെന്നല്ല, ഒട്ടും വൈകിക്കൂടാ. ആ ജോസ് അവരുടെ മർമ്മത്തിൽ തന്നെ കുത്തിയിരിക്കുക. അയാളെ കളെ അറക്കാൻ കൊടുക്കാൻ പോവാ. ആ കാള അവരുടെ ജീവനാണ്. ഇപ്പൊ നമ്മളതിനെ ചെറുത്തില്ലെങ്കിൽ എനിക്കെന്റെ ആലീസിന് നഷ്ടമാവും. നാളെ അയാളതിന് വെക്കില്ല, അയാൾക്കതിന് കഴിയില്ല, തീർച്ച. ജോസൂട്ടിയില്ലേ, കാളയെ കൊണ്ടുപോകാൻ ആള് വന്നു. ഒന്നും വിചാരിക്കരുത്, ജോസൂട്ടി പറഞ്ഞ പൈസ റഹീം എണ്ണി കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, ജോസ് നിർബന്ധിച്ചിട്ടാ. കഴിച്ചോ. ഈ ജോസ് അഡ്വാൻസ് വാങ്ങിച്ചെങ്കിൽ കാളെ കൊടുക്കാനും അറിയാം. വരി അടച്ച് വണ്ടിക്ക് കിട്ടുവോ എല്ലാത്തിന്റെ ജാട തീരണം. തീർന്നല്ലോ. ഈ പശുവിനൊന്ന് ചവിട്ടിക്കണമല്ലോ. ആ പശുവിനെ അവിടെ കൊണ്ടുവെക്കട്ടെ, ഞാൻ വരാം. അറക്കുന്നതിന് മുമ്പ് അവനോരോ അവസരം കൂടെ കൊടുത്തകളെ. ഇതാ
നടനമാടുന്ന ചേലക്കര ഗ്രാമമീതാണ്